നമസ്കാരം, എല്ലാവർക്കും ഫാൽക്കൺസ് PSയുടെ BFO റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BFO പരീക്ഷയിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസും അതിൻ്റെ അനുബന്ധ ഫാക്ട്സും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ അനുബന്ധ ഫാക്ട്സുമാണ് പഠിക്കാൻ പോകുന്നത്. കൃത്യമായിട്ട് ഇത് നിങ്ങൾ പഠിക്കുക, എക്സ്ട്രാ പോയിന്റ്സ് കുറിച്ചെടുക്കുക, പരീക്ഷ നന്നായിട്ട് അറ്റൻഡ് ചെയ്യും. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. NTCA സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനുമാണ് ഈ ക്വസ്റ്റ്യൻ. NTCA എന്നാൽ എന്ത് എന്നാണ് ചോദ്യം. NTCA എന്നാൽ എന്ത്? എന്താണ് NTCA? നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി എന്നാണ് ഇതിൻ്റെ അർത്ഥം. എന്താണ് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി? അതായത് നമ്മുടെ കടുവാ സങ്കേതങ്ങളുമായിട്ട് വളരെയധികം പ്രാധാന്യമുള്ളൊരു ടോപ്പിക്കാണ് ഇത്. ഓക്കേനെ? അപ്പോൾ NTCA വന്ന വർഷം ഏതെന്ന് ആദ്യം ഒരു ചോദ്യം വരും അല്ലേ? അപ്പോൾ അവിടെ ഓർമ്മിക്കേണ്ടത് ടൈഗർ ടാസ്ക് ഫോഴ്സ് ആണ് 2005 NTCA സ്ഥാപിച്ചത്. പക്ഷേ NTCA നിലവിൽ വന്നത് 2006 സെപ്റ്റംബർ 4 പഠിക്കുക, കൃത്യമായിട്ട് പഠിക്കുക. ക്ലിയർ ആണല്ലോ? ക്ലിയർ. അത് കഴിഞ്ഞ് നിങ്ങൾ നോക്കേണ്ടത് NTCAയുടെ ചുമതല എന്തെന്നും NTCA എന്തിനടിസ്ഥാനത്തിൽ വന്നു എന്ന് ചോദിച്ചാൽ 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് NTCA നിലവിൽ വന്നതെന്ന് അറിയാം. അതുപോലെ NTCAയിൽ അറിയുന്ന പ്രധാനപ്പെട്ട കാര്യം, എത്ര ടൈഗർ റിസർവ് ഇപ്പോൾ ഇന്ത്യയിലുണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം 58 ടൈഗർ റിസർവ് ഇന്ത്യയിലുണ്ട്. അതിൽ 58ാമത്തെ ടൈഗർ റിസർവാണ് മാധവ് ടൈഗർ റിസർവ് മധ്യപ്രദേശ്. അതൊന്ന് പഠിക്കണം. കേരളത്തിൽ എത്ര ടൈഗർ റിസർവ് ഉണ്ടെന്ന് ചോദിച്ചാൽ 2 ടൈഗർ റിസർവാണ്, പെരിയാർ ആൻഡ് പറമ്പിക്കുളം. പെരിയാറും പറമ്പിക്കുളവുമാണ് കേരളത്തിലെ ടൈഗർ റിസർവുകൾ. ക്ലിയർ ആണ്? NTCAയുടെ മറ്റൊരു ചുമതല, NTCAയുടെ ജോലി എന്ന് വെച്ചാൽ കടുവാ സങ്കേതങ്ങൾക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ഉപജീവന താല്പര്യം കൂടി സംരക്ഷിക്കുക എന്നത് NTCAയുടെ ഒരു പ്രധാന ചുമതലയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ക്ലിയർ ആണ്? NTCAയുടെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ വനം, പരിസ്ഥിതി, കാലാവസ്ഥ മന്ത്രിയാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് പഠിക്കണം. അതുപോലെ ഈ കടുവകളുടെ സെൻസസ് എടുക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് പക്മാർക്ക് എന്നാണ്. കടുവകളുടെ സെൻസസ് എടുക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് പക്മാർക്ക് എന്നാണ്. മനസ്സിലാക്കി പഠിക്കണം, പക്മാർക്ക്. ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾ മാക്സിമം മനസ്സിലാക്കണം, കുട്ടികളെ മനസ്സിലാക്കണം. പക്മാർക്ക്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാ വന്നു, അതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. കേരളത്തിലെ ആദ്യത്തെ ടൈഗർ റിസർവ് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ടൈഗർ റിസർവ് ചോദിച്ചാൽ പെരിയാറാണ്. ഈ പെരിയാർ ടൈഗർ റിസർവ് ഏത് വർഷം നിലവിൽ വന്നു? ഇതിൻ്റെ മറ്റൊരു പേര് എന്ത് എന്ന് ചോദിച്ചാൽ, ഈ പെരിയാർ എന്നത് ഒരു വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ ആദ്യത്തതും കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് പെരിയാർ. ഈ പെരിയാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1950 അല്ലെങ്കിൽ മറ്റൊരു പേര് തേക്കടി വന്യജീവി സങ്കേതം എന്നാണ്. പക്ഷേ ഈ പെരിയാർ വന്യജീവി സങ്കേതത്തിലെ ടൈഗർ റിസർവായിട്ട് പ്രഖ്യാപിച്ച വർഷം 1978 അറിയണം. അപ്പോൾ പെരിയാറിനെ കേരളത്തിലെ ആദ്യത്തെ ടൈഗർ റിസർവായിട്ട് പ്രഖ്യാപിച്ച വർഷം 1978. നല്ല സെറ്റായിട്ട് മനസ്സിലായി. അത് കഴിഞ്ഞ് നിങ്ങൾ പഠിക്കേണ്ടത് രണ്ടാമത് പറമ്പിക്കുളം ഏത് വർഷം എന്ന് ചോദിച്ചാൽ 1973 സ്ഥാപിതമായ ഒരു വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം. റെഡ് ഡേറ്റാ ബുക്കിൽ ഇടം നേടിയ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം. ഈ പറമ്പിക്കുളത്തിനെ ടൈഗർ റിസർവായിട്ട് പ്രഖ്യാപിച്ചത് ഏത് വർഷം എന്ന് ചോദിച്ചാൽ പറമ്പിക്കുളം ടൈഗർ റിസർവായിട്ട് പ്രഖ്യാപിച്ചത് 2010. മാത്രമല്ല ഈ പറമ്പിക്കുളത്തിലാണ് നമ്മുടെ കന്നിമാര തേക്ക് എന്നറിയപ്പെടുന്നത്, കന്നിമാര തേക്ക് ഉൾപ്പെടുന്നത്. പറമ്പിക്കുളത്തിനെയാണ് റെഡ് ഡേറ്റാ ബുക്കിൽ ഇടം നേടിയ ആദ്യത്തെ കേരളത്തിലെ വന്യജീവി സങ്കേതം.
അപ്പോൾ ഇത് രണ്ട് നോക്കി വെക്കുക. കേരളത്തിലെ ആദ്യത്തെ ടൈഗർ റിസർവും രണ്ടാമത്തെ ടൈഗർ റിസർവും നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞു. ക്ലിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. വീണ്ടും ആ ക്വസ്റ്റ്യൻ തന്നെയാണ്. റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം അത് പറമ്പിക്കുളമാണ്. സമ്മതിച്ചു. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, എത്ര വന്യജീവി സങ്കേതമാണ് കേരളത്തിലുള്ളത്? കേരളത്തിൽ എത്ര വന്യജീവി സങ്കേതങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ കേരളത്തിൽ 18 വന്യജീവി സങ്കേതങ്ങളുണ്ട്. കേരളത്തിൽ 18 വന്യജീവി സങ്കേതങ്ങൾ. അത് വിത്ത് ഇയർ ഞാനിവിടെ പറയും. കേരളത്തിലെ 18 വന്യജീവി സങ്കേതങ്ങളെ. ഓക്കെ, അപ്പോൾ അവിടെ 1950 ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ വന്നത്. കേരളത്തിലെ ആദ്യത്തതും കേരളത്തിലെ ഏക വന്യജീവി സങ്കേതവുമാണ്. കേരളത്തിലെ ആദ്യത്തതും കേരളത്തിലെ ഏറ്റവും വലുതുമാണ് പെരിയാർ. അതുപോലെ 1958 ഇനി പെരിയാറിന്റെ മറ്റൊരു പേരൂടെ മറക്കരുത് കേട്ടോ, തേക്കടി. പെരിയാറിന്റെ മറ്റൊരു പേരൂടെ മറക്കരുത്, തേക്കടി. അതുപോലെ 1958 വന്നത് നെയ്യാർ എന്നറിയണം. ഏതാണ്? നെയ്യാർ വന്യജീവി സങ്കേതം. ഈ നെയ്യാറിന്റെ പ്രത്യേകത കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം. കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് നെയ്യാർ എന്ന് മനസ്സിലാക്കുക. അതുപോലെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെയാണ് സിംഹ സഫാരി പാർക്ക്. നിലവിൽ പ്രവർത്തനമില്ല എങ്കിലും സിംഹ സഫാരി പാർക്ക് കേരളത്തിൽ നെയ്യാറാണ്. അതുപോലെ ക്രോക്കഡൈൽ ബ്രീഡിംഗ് പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ വന്യജീവി സങ്കേതം നെയ്യാറാണ്. ഈ നെയ്യാർ വന്യജീവി സങ്കേതം അറിയപ്പെടുന്നത് സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്ന പേരിലാണ്. പ്രശസ്ത മുതലവേട്ടക്കാരനായ സ്റ്റീവ് ഇർവിൻ്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്, നെയ്യാർ. അതുപോലെ അതേ വർഷം തന്നെ വന്നതാണ് പീച്ചി വാഴാനി എന്നറിയണം. ഏതാണ്? പീച്ചി വാഴാനി. നിങ്ങൾ ഈ പീച്ചി വാഴാനിയുടെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ എന്താണ് ഈ പീച്ചി എന്ന സ്ഥലത്തിന്റെ പ്രത്യേകത എന്താ? കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? പീച്ചിയിലാണ്. ക്ലിയർ ആണോ? കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? അത് പീച്ചിയിലാണ്, തൃശ്ശൂർ. അതുപോലെ 1973 പറമ്പിക്കുളം, ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്ന ആൻസറായ പറമ്പിക്കുളം നിലവിൽ വന്നത് 73 പറമ്പിക്കുളം കേരളത്തിലൂടെ പ്രവേശന കവാടമില്ലാത്ത ഏക വന്യജീവി സങ്കേതം പറമ്പിക്കുളം. കേരളത്തിലൂടെ പ്രവേശന കവാടമില്ലാത്ത ഏക വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം. മനസ്സിലാക്കി പഠിച്ചോളൂ. അതേപോലെ 73 വന്ന മറ്റൊരെണ്ണമാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം. അറിയണം, മുത്തങ്ങ അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേര് വയനാട് എന്ന് നിങ്ങൾ അറിയുന്നു, വയനാട്. കേരളത്തിലെ ആന സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന മുത്തങ്ങ അല്ലെങ്കിൽ വയനാട്. കേരളത്തിലെ 4 ആന സംരക്ഷണ കേന്ദ്രങ്ങളാണുള്ളത്. പെരിയാറുണ്ട്, ആനമുടിയുണ്ട്, മുത്തങ്ങയുണ്ട്, നിലമ്പൂരുണ്ട്. അപ്പൊ ഇത് 4-ൽ ഒന്നല്ലേ ഈ മുത്തങ്ങ? ഈ മുത്തങ്ങയ്ക്ക് മറ്റൊരു പേരൂടെ ഉണ്ട്, തോൽപ്പെട്ടി വന്യജീവി സങ്കേതം, അല്ലെങ്കിൽ മറ്റൊരു പേര് ബേഗൂർ വന്യജീവി സങ്കേതം. അപ്പൊ തോൽപ്പെട്ടി അല്ലെങ്കിൽ ബേഗൂർ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് മുത്തങ്ങയാണെന്ന് മനസ്സിലാക്കണം. ക്ലിയർ ആണോ കുട്ടികളെ? ക്ലിയർ ആണോ? ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ. 1976 നിലവിൽ വന്നതാണ് ഇടുക്കി വന്യജീവി സങ്കേതം. ഇടുക്കി ജില്ലയിൽ തന്നെ ഇടുക്കി വന്യജീവി സങ്കേതം വന്നു 1976. ഇനി 1983 പോവുകയാണെങ്കിൽ അവിടെ 2 വരുന്നുണ്ടായിരുന്നു. പേപ്പാറ വന്യജീവി സങ്കേതം, തിരുവനന്തപുരം ജില്ലയിലെ പേപ്പാറ വന്യജീവി സങ്കേതം 83. അതുപോലെ 83 വന്ന മറ്റൊരെണ്ണമാണ് ഏതാണ്? തട്ടേക്കാട്. സലിം അലിയുടെ പേരിലുള്ള പക്ഷി സങ്കേതം കൂടിയാണ് ഈ തട്ടേക്കാട്, എറണാകുളം ജില്ല. തട്ടേക്കാട്. അപ്പോൾ പേപ്പാറയും തട്ടേക്കാടും നല്ല സെറ്റായിട്ട് മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് 1984 വരുമ്പോൾ 84 വന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ശെന്തുരുണി വന്യജീവി സങ്കേതം. ഒരു സസ്യത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ശെന്തുരുണി. കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതമാണ് ശെന്തുരുണി എന്നറിയണം. ഈ ശെന്തുരുണി ഗ്ലൂട്ടാ ട്രാവൻകൂർക്ക എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്നു. അതേ വർഷം തന്നെയാണ് ചിന്നാർ വരുന്നത്. ചിന്നാർ എന്താണ്? കേരളത്തിന്റെ മഴനിഴൽ പ്രദേശം, പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണ് ചിന്നാർ.
ഈ ചിന്നാറിൽ കാണപ്പെടുന്ന മറ്റു ജീവികളെ ചോദിച്ചു കഴിഞ്ഞാൽ മഗ്ഗർ മുതലകൾ വരുന്നുണ്ട്. മഗ്ഗർ മുതലകൾ. അതുപോലെ തന്നെ വെള്ള കാട്ടുപോത്ത് വരുന്നുണ്ട്. വെള്ള കാട്ടുപോത്ത്, മഗ്ഗർ മുതല, വെള്ള കാട്ടുപോത്ത്. അതുപോലെ വരുന്ന മറ്റൊരെണ്ണമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് നമ്മുടെ ചാമ്പൽ മലയണ്ണാൻ. അതുപോലെ തന്നെ നക്ഷത്രാമ തുടങ്ങിയ ജീവികള്, യൂറോപ്യൻ നീർനായ, ഇതെല്ലാം കാണപ്പെടുന്നത് ചിന്നാറിലാണെന്ന് അറിയണം, ഇടുക്കി. അതുപോലെ ചിമ്മിനി ഉണ്ട്. ചിമ്മിനി തൃശ്ശൂർ ജില്ലയിലാണ് ചിമ്മിനി ഉള്ളത്. പിന്നെ ആറളമുണ്ട്. ആറളം മറക്കരുത്, അത് കണ്ണൂരിലാണ്. നമ്മുടെ കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് ആറളം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ 1984 കഴിഞ്ഞ് നമ്മൾ പഠിക്കേണ്ടത് 2004 വന്നതാണ്. ഏതാ? അവിടെ വളരെ പ്രധാനം മംഗളവനം എന്ന് ഓർമ്മിക്കണം. മംഗളവനം കേരളത്തിലെ ചെറിയ പക്ഷി സങ്കേതമാണ് മംഗളവനം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനം. അതുപോലെ 2006 കുറിഞ്ഞിമല എന്ന് ഓർമ്മിക്കണം. കുറിഞ്ഞിപ്പൂവിന്റെ പേരിൽ അറിയപ്പെടുന്നു കുറിഞ്ഞിമല, ഇടുക്കി ജില്ല. 2007 ചൂലന്നൂർ വരുന്നുണ്ട്. ചൂലന്നൂർ ഒരു മയിൽ സങ്കേതമാണ്, KK നീലകണ്ഠന്റെ പേരിൽ അറിയപ്പെടുന്നു. അതുപോലെ ഈ ശെന്തുരുണിക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഈ തുമ്പികളുടെ കണക്കെടുപ്പെടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് ഈ ശെന്തുരുണി എന്ന് അറിയണം കേട്ടോ. അതുപോലെ 2009 മലബാർ വന്യജീവി സങ്കേതം, കോഴിക്കോട് ജില്ല, അല്ലെങ്കിൽ മറ്റൊരു പേര് കക്കയം എന്നറിയപ്പെടുന്നു. മലബാറിന്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് കക്കയമാണ്. ഇവിടെയാണ് റീഡ് തവളകൾ കാണപ്പെടുന്നത്. റീഡ് തവളകൾ എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ കക്കയം. അതുപോലെ 2011 വരുമ്പോൾ ഏറ്റവും പ്രധാനമാണ് ഏത്? കൊട്ടിയൂർ എന്നറിയണം. ഏതാണ്? കൊട്ടിയൂർ കണ്ണൂർ ജില്ല. 2019 കേരളത്തിലെ അവസാനത്തെ വന്യജീവി സങ്കേതമായ കരിമ്പുഴ നിലവിൽ വന്നത്. കരിമ്പുഴ 2020 എസ്റ്റാബ്ലിഷ്ഡ് ആയെന്നും കാണിക്കുന്നത്. കരിമ്പുഴയുടെ മറ്റൊരു പേര് ന്യൂ അമരമ്പലം എന്നറിയണം. ന്യൂ അമരമ്പലം. അതുപോലെ നിങ്ങൾ അറിയേണ്ടതാണ് കരിമ്പുഴയിൽ കാണപ്പെടുന്ന ഒരു ജീവിയാണ് പന്നിമൂക്കൻ തവള. ഏതാണ്? പന്നിമൂക്കൻ തവള എന്നുകൂടി നിങ്ങൾ അറിയണം. ഇത്രയും കാര്യം കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നന്നായിട്ട് പഠിച്ചോളുക. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, കുറച്ച് ദിനങ്ങളുമായി ബന്ധപ്പെട്ടാണ്. താഴെ തന്നിരിക്കുന്ന അന്താരാഷ്ട്ര ദിനാചരണങ്ങൾ ശരിയായി ചേരുംപടി ചേർത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുക എന്നാണ്. ദിനങ്ങൾ വളരെ പ്രധാനമാണ്. മാർച്ച് 21 ഏത് ദിനം ആണെന്ന് ചോദിച്ചാൽ അത് ഏത് ദിനമാണ്? മാർച്ച് 21 വനദിനമാണെന്ന് അറിയണം. ഏതാണ്? വനദിനം. മെയ് 22 ചോദിച്ചാൽ ജൈവ വൈവിധ്യ ദിനമാണ്. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമാണ് മെയ് 22. ജൂലൈ 29 അന്താരാഷ്ട്ര കടുവാ ദിനം ആണെന്ന് മറക്കരുത്, കടുവാ ദിനം. അതുപോലെ തന്നെ മാർച്ച് 3 ഓർമ്മിച്ച് വെക്കണം, ലോക വന്യജീവി ദിനം ആണെന്നറിയണം. ഏത് വർഷം മുതലാണ് അന്താരാഷ്ട്ര വനദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത്? മാർച്ച് 21 ചോദിച്ചാൽ 2013 മുതലാണെന്ന് അറിയണം. 2013. അതുപോലെ തന്നെ ഈ ജൈവ വൈവിധ്യവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഈ ജൈവവൈവിധ്യം മെയ് 22 ജൈവ വൈവിധ്യം. ഏതാണ് ജൈവ വൈവിധ്യ വർഷം ചോദിച്ചാൽ, UN-ന്റെ ജൈവ വൈവിധ്യ വർഷം ചോദിച്ചാൽ നിങ്ങൾ ധൈര്യമായിട്ട് 2010 പറയണം. 2010 ജൈവ വൈവിധ്യ ദശാബ്ദം 2011 മുതൽ 2020 വരെയാണ് ജൈവ വൈവിധ്യ ദശാബ്ദം എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ജൈവ വൈവിധ്യവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് വരും ക്വസ്റ്റ്യനുകളിൽ പഠിക്കാം. ഇത്രയും സെറ്റ് ആണല്ലോ. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണ്? 1B എന്നും 2D എന്നും വരുന്ന ഒരു ഓപ്ഷനിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട് അല്ലെ. 1B 2D 3A വരുന്നു, 4C വരുന്ന ഓപ്ഷൻ A ആണ് ഇതിന്റെ ആൻസർ. നല്ല വ്യക്തമായിട്ട് മനസ്സിലായോ കുട്ടികളെ? വ്യക്തമായിട്ട് മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ, വനം കേവലം പവിത്രതയുടെ ഒരു പ്രകടനമോ പ്രതിനിധാനമോ അല്ല, പവിത്രതയെ വിളിച്ചപേക്ഷിക്കാനുള്ള സ്ഥലവുമല്ല. വനം പവിത്രത തന്നെയാണ്. ഇങ്ങനെ വനത്തെ പറഞ്ഞത് ആരാണ്? വനത്തെക്കുറിച്ച് നിർവചിച്ചത് ആരാണ്? നമ്മുടെ ക്വസ്റ്റ്യൻ, വനം കേവലം പവിത്രതയുടെ ഒരു പ്രകടനമോ പ്രതിനിധാനമോ അല്ല, പവിത്രതയെ വിളിച്ചപേക്ഷിക്കാനുള്ള സ്ഥലവുമല്ല, വനം പവിത്രത തന്നെയാണ് എന്ന് പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചാൽ
ഓപ്ഷൻ എന്താണോ? റിച്ചാർഡ് നെൽസൺ ആണ് ആൻസർ. റിച്ചാർഡ് നെൽസൺ. ഇദ്ദേഹം അമേരിക്കൻ നരവംശ ശാസ്ത്രജ്ഞനും എഴുത്തുകാരനുമായ വ്യക്തിയാണ് റിച്ചാർഡ് നെൽസൺ. ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പൊ വനം പവിത്രത തന്നെയാണെന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? റിച്ചാർഡ് നെൽസൺ ആണെന്ന് അറിയണം. റിച്ചാർഡ് നെൽസൺ. ക്ലിയർ ആണല്ലോ? റിച്ചാർഡ് നെൽസൺ. അതുപോലെ പ്രപഞ്ചത്തിലേക്കുള്ള ഏറ്റവും വ്യക്തമായ വഴി വനാന്തരത്തിലൂടെയാണ്. ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാരാണ്? പ്രപഞ്ചത്തിലൂടെയുള്ള ഏറ്റവും വ്യക്തമായ വഴി വനാന്തരത്തിലൂടെയാണ്. ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാരാണ്? അത് ജോർജ് മുയർ ആണ്. ജോൺ മുയർ ആണ്. ജോൺ മുയർ. ഓപ്ഷൻ സി, ജോൺ മുയർ. ആരാണ് ഇദ്ദേഹം? സ്കോട്ടിഷ് വംശജനായ അമേരിക്കൻ പ്രകൃതി ശാസ്ത്രജ്ഞനാണ് ജോൺ മുയർ എന്ന് പറയുന്നത്. എന്താണ്? സ്കോട്ടിഷ് വംശജനായ അമേരിക്കൻ പ്രകൃതി ശാസ്ത്രജ്ഞനാണ് ജോൺ മുയർ. ഇദ്ദേഹം എന്താ പറഞ്ഞേ? പ്രപഞ്ചത്തിലേക്കുള്ള ഏറ്റവും വ്യക്തമായ വഴി വനാന്തരത്തിലൂടെയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ഇദ്ദേഹമാണ്. അതുപോലെ തന്നെ ലോകത്തിലെ വനങ്ങളോട് നമ്മൾ നമ്മോട് തന്നെ ചെയ്യുന്ന പ്രവൃത്തിയുടെ കണ്ണാടി പ്രതിഫലനമാണെന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. അപ്പൊ നാം വനത്തോട് എന്താണോ ചെയ്യുന്നത് അത് നാം നമ്മോട് തന്നെ ചെയ്യുന്ന കണ്ണാടി പ്രതിഫലനമാണ് എന്ന് പറഞ്ഞത് ആരാണ്? മഹാത്മാഗാന്ധിയാണ് എന്നറിയണം. മഹാത്മാഗാന്ധി. അതുപോലെ FAO ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ നിർവചന പ്രകാരം വനം എന്നാൽ എന്ത്? FAOയുടെ നിർവചന പ്രകാരം വനം എന്നാൽ എന്ത്? അപ്പോൾ അവിടെ നമ്മൾ വനത്തിന് ഒരുപാട് നിർവചനങ്ങളുണ്ട്. അപ്പോൾ എന്താണ്? 0.5 ഹെക്ടറിൽ കൂടുതൽ വിസ്തീർണം ഉണ്ടായിരിക്കണം, കുറഞ്ഞത് 5 മീറ്റർ ഉയരമുള്ള മരങ്ങളുള്ളതും 10% കൂടുതൽ വൃക്ഷമേലാപ്പും വേണം, കൃഷിസ്ഥലങ്ങളോ തോട്ടങ്ങളോ പാർപ്പിടങ്ങളോ ഇല്ലാത്തതായിരിക്കണം. ഇവയെല്ലാം. ഇതിന്റെ ആൻസർ എന്താണ്? ഇവയെല്ലാം എന്നാണ് ആൻസർ. അതായത് FAOയുടെ നിർവചന പ്രകാരം, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ പ്രകാരം 10%-ലധികം വിസ്തീർണവും 0.5 ഹെക്ടറിലധികം വിസ്തൃതിയുമുള്ള മരങ്ങളാൽ മൂടപ്പെട്ട പ്രദേശം ആണ് വനങ്ങൾ എന്ന് നിങ്ങൾ അറിയണം. ഇവിടെ കൃഷിസ്ഥലങ്ങളോ തോട്ടങ്ങളോ പാർപ്പിടങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇത് വനം, കംപ്ലീറ്റ് ആയിട്ട് വനമാണ്. ഇവിടെ വേറെ ഒന്നും പാടില്ല. പക്ഷേ ഇതാണ് FAOയുടെ നിർവചനം. ഇവയെല്ലാം എന്നാണ് ആൻസർ. മാത്രമല്ല ഈ പറഞ്ഞ വനമേലാപ്പ് എന്നല്ലേ അവിടെ ഓർമ്മിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വനത്തിന് എത്ര പാളികളുണ്ട് എന്ന് ചോദിച്ചാൽ വനത്തിനെ പ്രധാനമായിട്ടും 4 പാളികളായി തരംതിരിക്കാം. ഒന്നാമത്തെ പാളി എന്ന് പറഞ്ഞാൽ എമർജന്റ് ലെയർ എന്നാണ്. എന്താണ്? എമർജന്റ് ലെയർ. രണ്ടാമത്തെ പാളി എന്ന് പറഞ്ഞാൽ കനോപ്പി എന്നറിയപ്പെടുന്നു. കനോപ്പി. മൂന്നാമത്തെ കനോപ്പിയുടെ മലയാളം വനമേലാപ്പ് എന്നാണ്. വനമേലാപ്പ്. മൂന്നാമത്തെ പാളി നമുക്ക് പറയാം അണ്ടർ സ്റ്റോറി എന്നറിയപ്പെടും. അണ്ടർ സ്റ്റോറി. നാലാമത് ഫോറസ്റ്റ് ഫ്ലോർ എന്നുമാണ്. ഫ്ലോർ. അപ്പൊ ഇത് 4ഉമാണ് അറിയേണ്ടത്. എമർജന്റ് ലെയർ, കനോപ്പി, അണ്ടർ സ്റ്റോറി, ഫോറസ്റ്റ് ഫ്ലോർ. എമർജന്റ് ലെയർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയരമുള്ള മരങ്ങൾ ഉൾപ്പെടുന്ന പാളിയാണ് എമർജന്റ് ലെയറും. കനോപ്പി എന്ന് പറഞ്ഞാൽ വനമേലാപ്പ് എന്ന് പറയുന്നത്, അതായത് ഇലകളും ശിഖരങ്ങളും ഉൾപ്പെടുന്ന ഭാഗമാണ് വനമേലാപ്പ്. അണ്ടർ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ചെറിയ സസ്യങ്ങളും കുറ്റിച്ചെടികളും ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ് അണ്ടർ സ്റ്റോറി എന്നും. ഫോറസ്റ്റ് ഫ്ലോർ എന്നാൽ ഇലകളും മറ്റഴുകിയ ഭാഗങ്ങളും വീണ് കിടക്കുന്ന മണ്ണിന്റെ ഭാഗമാണ് ഫോറസ്റ്റ് ഫ്ലോർ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഇത് 4ഉമാണ് അവിടെ അറിയപ്പെടുന്നത്. എമർജന്റ് ലെയർ, കനോപ്പി, അണ്ടർ സ്റ്റോറി, ഫോറസ്റ്റ് ഫ്ലോർ. ഇതാണ് FAOയുടെ നിർവചനം പറഞ്ഞു. ഇതാണ് വനത്തിന്റെ പാളികൾ എന്ന് നിങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല അല്ലാതെ നിങ്ങളോട് വനം എന്നാൽ എന്ത് എന്നൊരു നിയമപരമായിട്ട് നിർവചനം ചോദിച്ചാൽ നിങ്ങൾ പറയണം 1927 വനനിയമം, ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് പ്രകാരം നിർവചിച്ചിരിക്കുന്ന ഏതൊരു പ്രദേശത്തിനെയും നമുക്ക് എന്തെന്ന് പറയാം? വനം എന്ന് പറയാം. അപ്പൊ ക്ലിയർ ആണല്ലോ. അപ്പൊ 1927 ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് പ്രകാരം നിർവചിച്ചിട്ടുള്ള ഭൂമിയെ പറയുന്ന പേരാണ് വനം എന്നുകൂടെ പറയുന്നു. ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ? മനസ്സിലായി. അടുത്തൊരു വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ വനത്തിന്റെ പ്രത്യക്ഷ ഗുണത്തിൽ പെടുന്നത് ഏതൊക്കെ? അപ്പോൾ വനങ്ങൾ കൊണ്ട് പ്രത്യക്ഷ നേട്ടമുണ്ട്, പരോക്ഷ നേട്ടമുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പ്രത്യക്ഷ നേട്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
അവിടെ വനത്തിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നത് എന്തൊക്കെയാണ്? തടി കിട്ടാം, അതുപോലെ ഫലങ്ങളും ഔഷധ സസ്യങ്ങളും കിട്ടാം, അത് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ്. കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന കാര്യം നമ്മൾ അറിയാതെ നമുക്ക് കിട്ടുന്നതല്ലേ, അപ്പോൾ അത് ഇൻഡയറക്റ്റ് ബെനിഫിറ്റ് ആണ്. മണ്ണൊലിപ്പ് തടയുന്നതും നമ്മൾ അറിയാതെ നമ്മൾ സംഭവിക്കുന്നതാണ്, അതുമില്ല. അപ്പോൾ ഇവിടെ താഴെ തന്നിരിക്കുന്നവയിൽ വനത്തിൻ്റെ പ്രത്യക്ഷ ഗുണം എന്ന് ചോദിച്ചാൽ 1ഉം 2ഉം മാത്രമാണ് ആൻസർ വരുന്നത്. തടിയും ഫലങ്ങളും ഔഷധ സസ്യങ്ങളും ആണ്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഡയറക്റ്റ് ബെനിഫിറ്റ് ആണ് ഈ പറഞ്ഞ പഴങ്ങൾ, പച്ചക്കറികൾ, വസ്ത്രം, പാർപ്പിടം, അതുപോലെ തന്നെ ഔഷധ സസ്യങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെ വനങ്ങൾ കൊണ്ടുള്ള ഡയറക്റ്റ് ബെനിഫിറ്റാണ്. വനങ്ങൾ പലതരത്തിലുള്ള തടികളുടെ സ്രോതസ്സും ഫലങ്ങളുടെയും ഔഷധസസ്യങ്ങളുടെയും കേന്ദ്രമാണ്. കൂടാതെ വന്യജീവികളുടെ പ്രകൃതിയാലുള്ള ആവാസ കേന്ദ്രമാണ്. കന്നുകാലികളുടെ മേച്ചിൽപ്പുറങ്ങളാണ്. കൂടാതെ വനം മനുഷ്യന് വിനോദസഞ്ചാരത്തിനുള്ള അവസരവും പ്രദാനം ചെയ്യുന്നു. ഇവയെല്ലാം വനവുമായി ബന്ധപ്പെട്ട. പക്ഷേ ഈ വിനോദസഞ്ചാരത്തിലൂടെ, വിനോദം, യാത്ര, ടൂറിസം എന്ന് പറയുമ്പോൾ അതെന്തിൽ വരുന്നതാണ്? ഇൻഡയറക്റ്റ് ബെനിഫിറ്റിൽ വരുന്നതാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ വിനോദമൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആസ്വദിക്കാമെങ്കിലും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അത് മറ്റുള്ള ആൾക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ്. അതുപോലെ മരുഭൂമീകരണം തടയുന്നത്, മണ്ണൊലിപ്പ് തടയുന്നത്, ഇതൊക്കെ ഇൻഡയറക്റ്റ് ബെനിഫിറ്റ് ആയിട്ട് നിങ്ങൾ കണക്കാക്കണം. വീണ്ടും അതേ ക്വസ്റ്റ്യൻ തന്നെ, താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വനങ്ങളുടെ പരോക്ഷ നേട്ടമല്ലാത്തത്? അതായത് പ്രത്യക്ഷ നേട്ടം. പരോക്ഷ നേട്ടം ജൈവ വൈവിധ്യ സംരക്ഷണം ഒരു പരോക്ഷ നേട്ടമാണ്. കാലാവസ്ഥ സ്ഥിരത പരോക്ഷ നേട്ടമാണ്. മണ്ണ് സംരക്ഷണം പരോക്ഷ നേട്ടമാണ്. പക്ഷെ തടി നമുക്ക് കിട്ടുന്നത് പ്രത്യക്ഷ നേട്ടമല്ലേ? തടി നമുക്ക് കിട്ടുന്നത് പ്രത്യക്ഷ നേട്ടമല്ലേ? അപ്പോൾ തടി ഉൽപാദനം ആണ് ഇവിടുത്തെ ആൻസർ. ഓർമ്മിക്കുക, തടി ഉൽപാദനമാണ് എന്ത്? പ്രത്യക്ഷ നേട്ടം. ഇവിടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പരോക്ഷ നേട്ടമല്ലാത്തതെന്ന് ചോദിച്ചാൽ നമ്മൾ പ്രത്യക്ഷ നേട്ടമായത് ഏത് എന്ന് പറയണം. ഓക്കെ ആണേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് NTFP എന്ന് ചോദിച്ചാൽ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. തടി ഇതര വന ഉൽപ്പന്നം, അതായത് നോൺ ടിമ്പർ ഫോറസ്റ്റ് പ്രോഡക്ട്സ് എന്ന് പറയുന്നു. നോൺ ടിമ്പർ ഫോറസ്റ്റ് പ്രോഡക്ട്സ് എന്ന് പറയുന്നു. അവിടെ നിങ്ങൾ ഓർക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം NTFP എന്ന് പറഞ്ഞാൽ നമ്മൾ വനത്തിൽ നിന്ന് കിട്ടുന്ന തടി ഒഴികെയുള്ള എല്ലാ വസ്തുവിനെയും നമുക്ക് NTFP എന്ന് പറയാം. പഴങ്ങൾ, പച്ചക്കറികൾ, മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് പറയാം? NTFP എന്ന് പറയാം. എന്നാൽ തടി കൊണ്ടുണ്ടാകുന്ന ഒരു വസ്തുക്കളെയും NTFP എന്ന് പറയരുത്. ഇതാണ് NTFP, നോൺ ടിമ്പർ ഫോറസ്റ്റ് പ്രോഡക്ട്സ് എന്ന് മറക്കരുത്. തേനൊക്കെ വരുന്നത് ഇതിലാണ്, NTFP-യിലാണ്. തേനൊക്കെ തടിയല്ലാത്തതല്ലേ, അത് ഓർമ്മിക്കണം. ഇനി ട്രോപ്പിക്കൽ ഫോറസ്റ്റിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ട്രോപ്പിക്കൽ ഫോറസ്റ്റിയുടെ പിതാവ് സർ ഡിട്രിച്ച് ബ്രാൻഡിസ് ആണ് ആൻസർ. ട്രോപ്പിക്കൽ ഫോറസ്റ്റിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് സർ ഡിട്രിച്ച് ബ്രാൻഡിസ്. അപ്പൊ അവിടെ നമുക്ക് നോക്കാം, ഇദ്ദേഹമാണ് എന്താ ഇദ്ദേഹം ചെയ്തേ? ഭൂമധ്യരേഖയ്ക്ക് ഇരുവശത്തുമുള്ള ഉഷ്ണമേഖലാ പ്രദേശത്തെ വനവുമായി ബന്ധപ്പെട്ട പഠനത്തെയാണ് ട്രോപ്പിക്കൽ ഫോറസ്ട്രി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ട്രോപ്പിക്കൽ ഫോറസ്ട്രി? നമ്മുടെ ഭൂമധ്യരേഖയ്ക്ക് ഇരുവശത്തുമുള്ള ഉഷ്ണമേഖലാ പ്രദേശത്തുള്ള വനവുമായി ബന്ധപ്പെട്ട പഠനം. അപ്പോൾ ഉഷ്ണമേഖലാ പ്രദേശത്തുള്ള വനം, എവിടെയുള്ള ഉഷ്ണമേഖലാ പ്രദേശം? ഭൂമധ്യരേഖയ്ക്ക് ഇരുവശത്തുമുള്ള ഉഷ്ണമേഖലാ പ്രദേശത്തെ വനം. ഓക്കെ, മാത്രമല്ല ജർമ്മൻ സസ്യശാസ്ത്രജ്ഞനാണ് ഇദ്ദേഹം. ജർമ്മൻ ബൊട്ടാണിസ്റ്റ് ആണ് ഇദ്ദേഹം ട്രോപ്പിക്കൽ ഫോറസ്റ്റിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നു. മാത്രമല്ല ഇന്ത്യൻ ഫോറസ്റ്റിയുടെ പിതാവും ആര് തന്നെയാണ്? ഡിട്രിച്ച് ബ്രാൻഡിസ് ആണ്. അപ്പൊ 2 ക്വസ്റ്റ്യൻ ഡിട്രിച്ച് ബ്രാൻഡിസ് വരുന്നു. ട്രോപ്പിക്കൽ ഫോറസ്റ്റിയുടെ പിതാവെന്നും എന്താണ്, അതുപോലെ തന്നെ നമ്മൾ അറിയപ്പെടുന്നത് എന്താണ്? ഇന്ത്യൻ വനശാസ്ത്രത്തിന്റെ പിതാവ് ആര് തന്നെയാണ്? സർ ഡിട്രിച്ച് ബ്രാൻഡിസ് ആണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏത് തരം വനങ്ങളാണ്? ലോകത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏത് തരം വനങ്ങളാണ് എന്ന് ചോദിച്ചാൽ വളരെ എളുപ്പമാണ്. ഏതാണ്? ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളാണ് ആൻസർ. നിത്യഹരിത വനങ്ങൾ. നമുക്ക് ഈ നിത്യഹരിത വനങ്ങളെ മഴക്കാടുകൾ എന്ന് തന്നെ പറയാം. മഴക്കാടുകൾ ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ആമസോൺ മഴക്കാടുകൾ. ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടാണ് ആമസോൺ മഴക്കാട്. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഭൂമിക്ക് ലഭിക്കേണ്ട 20% ഓക്സിജൻ പ്രദാനം ചെയ്യുന്നത് ആര് തന്നെയാണ്? ആമസോൺ മഴക്കാടുകൾ തന്നെയാണ് എന്നറിയണം. ലോകത്തുള്ള ഒരുപാട് തരം വെറൈറ്റീസ് ആയിട്ടുള്ള ജീവികളുടെ 30% അവിടെ തന്നെയാണ് എന്നറിയണം. ആമസോൺ മഴക്കാടുകളുടെ കാട്ടുതീയാണ് വനനശീകരണവും അതുപോലെ തന്നെ താപനില ഉയരാനും കാരണമായിട്ടുള്ളത്. അപ്പോൾ
ലോകത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ എന്നറിയണം. ഇതിന്റെ മറ്റൊരു പേരാണ് മഴക്കാടുകൾ എന്നറിയപ്പെടുന്നു. ഇനി അതുപോലെ ഇന്ത്യയിലേക്കും കേരളത്തിലേക്കും വരികയാണെങ്കിൽ, ഇത് ലോകത്തിലെയാണ് ഞാൻ ചോദിച്ചത്. ഇതേ ക്വസ്റ്റ്യൻ മാറി ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതിന് പകരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏത് തരം വനങ്ങൾ എന്ന് ചോദിക്കുകയോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ധൈര്യമായിട്ട് ഓപ്ഷൻ ബിയിലോട്ട് ഇലപൊഴിയും വനങ്ങൾ ആണ്. കാരണം കാലാവസ്ഥ മിക്സഡ് കാലാവസ്ഥയാണ്. തീർച്ചയായിട്ടും അവിടെ കാണപ്പെടുന്ന ഇലപൊഴിയും മരങ്ങൾ, അതായത് ഇലപൊഴിയുന്ന മരങ്ങൾ ഉൾപ്പെടുന്ന വനങ്ങളാണ് ഇലപൊഴിയും വനങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇതിന് മറ്റൊരു പേരുകൂടെയുണ്ട്, മൺസൂൺ വനങ്ങൾ എന്നുകൂടെ അറിയപ്പെടുന്നു. എന്താണ് മൺസൂൺ വനങ്ങൾ എന്നുകൂടെ അറിയപ്പെടുന്നു. ഇത് സെറ്റായിട്ട് മനസ്സിലായല്ലോ? മനസ്സിലായി. ഓക്കെ, കണ്ടോ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടോ? ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏതാണ്? അത് നമ്മൾ പറഞ്ഞതാണ് ആമസോൺ മഴക്കാടുകളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ആമസോൺ മഴക്കാട്. അടുത്ത ക്വസ്റ്റ്യൻ, മഹാഭാരത കഥകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കേരളത്തിലെ വനപ്രദേശം ഏതാണ്? മഹാഭാരത കഥകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കേരളത്തിലെ വനപ്രദേശം ഏത് എന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് പറയാം, സൈലന്റ് വാലി എന്നറിയുക. എന്താണ് സൈലന്റ് വാലി? മഹാഭാരത കഥകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കേരളത്തിലെ വനപ്രദേശമാണ് സൈലന്റ് വാലി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ക്ലിയർ ആണല്ലോ? അടുത്ത് നിങ്ങൾ അവിടെ അറിയേണ്ടത്, ഈ സൈലന്റ് വാലി എന്താ അറിയപ്പെട്ടിരിക്കുന്നത് മഹാഭാരതത്തില്? സൈരന്ധ്രി വനം എന്നറിയപ്പെടുന്നു. സൈരന്ധ്രി വനം. അത് മാത്രമല്ല, ഇതിനെ അറിയപ്പെടുന്നത് കേരളത്തിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നു. കേരളത്തിലെ മഴക്കാടുകൾ അല്ലെങ്കിൽ നിത്യഹരിത വനങ്ങൾക്ക് ഉദാഹരണമാണ് സൈലന്റ് വാലി. ഈ സൈലന്റ് വാലി നമ്മുടെ ഒരു ദേശീയോദ്യാനം കൂടെയാണ്. കേരളത്തിൽ 5 നാഷണൽ പാർക്കുകളാണ് പ്രധാനമായിട്ടും ഉള്ളത്. 5 നാഷണൽ പാർക്കുകൾ. 1978 ആദ്യത്തെ നാഷണൽ പാർക്കാണ് ഇരവികുളം നാഷണൽ പാർക്ക് എന്നറിയണം. ഏറ്റവും വലുതും ഇരവികുളമാണ്. അതിനുശേഷം നമ്മൾ അംഗീകരിക്കപ്പെട്ട നാഷണൽ പാർക്ക് 84 വന്ന സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലിയെ നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധി 84-ലും 85-ലും ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധിയുമാണ്. അല്ലേ? അപ്പോൾ ഇതിനെ സൈലന്റ് വാലിന്റെ പേരെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ എങ്ങനെ കിട്ടി? ചീവീടുകളുടെ ലഭ്യതയില്ലായ്മ. അതുപോലെ തന്നെ സൈലന്റ് വാലിയിൽ സംരക്ഷിക്കുന്ന ജീവിയാണ് സിംഹവാലൻ കുരങ്ങുകൾ. ഈ സിംഹവാലൻ കുരങ്ങുകളുടെ ശാസ്ത്രീയ നാമം ചോദിച്ചിട്ടുണ്ട്, മക്കാക്കാസിലനസ്. മക്കാക്കാസിലനസ് എന്നാണ് സിംഹവാലൻ കുരങ്ങിന്റെ ശാസ്ത്രീയ നാമം. ഈ സിംഹവാലൻ കുരങ്ങ് അവിടെ കാണപ്പെടുവാൻ കാരണം എന്തിന്റെ സാന്നിധ്യം എന്ന് ചോദിച്ചാൽ വെടിപ്ലാവിന്റെ സാന്നിധ്യം. വെടിപ്ലാവിന്റെ സാന്നിധ്യം. സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടാൻ കാരണം വെടിപ്ലാവിന്റെ സാന്നിധ്യം എന്ന് പഠിക്കുക. വെടിപ്ലാവിന്റെ സാന്നിധ്യം. അതിന്റെ ശാസ്ത്രീയ നാമം കുല്ലിനിയ എക്സാറിലാറ്റ എന്ന് പറയുന്നു. കുല്ലിനിയ എക്സാറിലാറ്റ. അപ്പോൾ സൈലന്റ് വാലിയുമായി ബന്ധപ്പെട്ട് ഈ ഒരു കാര്യം നിങ്ങൾ അറിയണം. അതുപോലെ പിന്നെ വന്നത് 2003 മതികെട്ടാഞ്ചോല, ആനമുടിച്ചോല, പാമ്പാട് ചോല. ഇത് 3 ഏത് വർഷം വന്നു? 2003 വന്നു. അങ്ങനെ ടോട്ടൽ 5 നാഷണൽ പാർക്കുകളാണ് കേരളത്തിലുള്ളത് എന്നറിയണം. അതുപോലെ വളരെ 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 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, മലബാർ അയൺവുഡ് എന്നറിയപ്പെടുന്ന ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളിൽ കാണപ്പെടുന്ന വൃക്ഷം ഏത്? അപ്പോൾ ഈ വൃക്ഷത്തിന്റെ പേര് കമ്പകം എന്നാണ്. ആൻസർ കമ്പകം എന്നാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് എന്ത് പറയാം? ഇത് കാണപ്പെടുന്നത് നിത്യഹരിത വനങ്ങളിലാണ്. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളിലാണ് ഈ കമ്പകം എന്ന വൃക്ഷം കാണപ്പെടുന്നത്. ഇത് അറിയപ്പെടുന്ന പേര് മലബാർ അയൺവുഡ് എന്നും ഇതിന്റെ ശാസ്ത്രീയ നാമം ഹോപ്പിയെ പാവിഫ്ലോറ എന്നറിയപ്പെടുന്നു. ഹോപ്പിയെ പാവിഫ്ലോറ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഹോപ്പിയെ പാവിഫ്ലോറ എന്നറിയപ്പെടുന്നത് മലബാർ അയൺവുഡ് അല്ലെങ്കിൽ കമ്പകം എന്ന വൃക്ഷമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ നിങ്ങൾ അറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കമ്പകം എന്തിനൊക്കെ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്തൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കാം? ബ്രിട്ടീഷ് കാലഘട്ടം മുതൽ തന്നെ റെയിൽവേ സ്ലീപ്പറുകൾ നിർമ്മിക്കാനായിട്ടും പാലങ്ങൾ നിർമ്മിക്കാനായിട്ടും ഒക്കെ ഉപയോഗിക്കുന്ന വൃക്ഷമാണ് കമ്പകം എന്ന് നിങ്ങൾ അറിയണം. അതുപോലെ തന്നെ ആനക്കൂട് നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വൃക്ഷവുമാണ് കമ്പകം. ആനക്കൂട് നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വൃക്ഷമാണ് കമ്പകം എന്നൂടെ അറിയണം. കമ്പകത്തിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. കമ്പകം. അതുപോലെ തന്നെ ഈ ക്വസ്റ്റിന്റെ ആൻസർ അത് തന്നെയാണ്. പാലങ്ങൾ, റെയിൽവേ സ്ലീപ്പറുകൾ എന്നിവയുടെ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരുന്ന ഏത് വൃക്ഷമാണ്? കമ്പകം തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ആർദ്ര ഇലപൊഴിയും വനങ്ങളിൽ, ഇലപൊഴിയും വനങ്ങൾ നമ്മൾ കേരളത്തിന്റെ കാലാവസ്ഥ അല്ലെങ്കിൽ ഇന്ത്യയുടെ കാലാവസ്ഥ കാണപ്പെടുന്നതും തീപ്പട്ടിക്കൊള്ളി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതുമായ സസ്യം ഏത്? അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ, തീപ്പട്ടിക്കൊള്ളിയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സസ്യം ഏത്?
തീപ്പെട്ടിക്കൊള്ളിയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സസ്യം ഏത്? നമുക്ക് നോക്കാം. ഇലവ് എന്നാണ്. ഇലവ്. അവിടെ അപ്പോൾ മറ്റേതൊക്കെ വരുന്നു നോക്കൂ. പെരുമരം വരുന്നുണ്ട്, പെരുമരം അല്ലെങ്കിൽ മട്ടി. ആഴാന്ത വരുന്നുണ്ട്, പൈൻ, വൈറ്റ് പൈൻ എന്നാണ്, വൈറ്റ് പൈൻ. അതുപോലെ ആസ്പെൻ എന്ന് വരുന്നുണ്ട്, ആസ്പെൻ, ആസ്പെൻ, ആസ്പെൻ. മുള വരുന്നുണ്ട്, മുള. ഇതെല്ലാം തീപ്പെട്ടിയുമായി ബന്ധപ്പെട്ട വൃക്ഷങ്ങളാണെന്ന് ഓർമ്മിച്ചോണം. പെരുമരം വരുന്നുണ്ട്, മട്ടി, ആഴാന്ത, വൈറ്റ് പൈൻ അല്ലെങ്കിൽ പൈൻ മരം, ആസ്പെൻ, മുള തുടങ്ങിയവയൊക്കെ തീപ്പെട്ടിയുമായി ബന്ധപ്പെട്ട് ഇരിക്കുന്നത് ഓർമ്മിക്കണം. കേരളത്തിൽ ചന്ദന മരങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്രദേശം വളരെ എളുപ്പമാണ്. ചന്ദനക്കാടുകൾ എന്ന് പറഞ്ഞാൽ തന്നെ കേരളത്തിന് പുറത്താണെങ്കിൽ അത് കർണാടക, തമിഴ്നാട്. കർണാടക തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ശുഷ്ക ഇലവൊഴിയും കാടുകളാണ് ചന്ദനക്കാടുകൾ. എങ്കിൽ അത് കേരളത്തിൽ മറയൂർ ആണെന്നറിയണം. മറയൂർ. ഒരു വ്യക്തിക്ക് കൈവശം സൂക്ഷിക്കാവുന്ന ചന്ദനത്തിന്റെ അളവ് എത്ര? ഒരു വ്യക്തിക്ക് കൈവശം സൂക്ഷിക്കാവുന്ന ചന്ദനത്തിന്റെ അളവ് എത്ര എന്ന് ചോദിച്ചാൽ നിങ്ങൾ 1 കിലോഗ്രാം എന്ന് പറയണം. ഒരു വ്യക്തിക്ക് കൈവശം സൂക്ഷിക്കാവുന്ന ചന്ദനത്തിന്റെ അളവ് 1 കിലോഗ്രാം എന്ന് പഠിക്കണം. സെറ്റായിട്ട് മനസ്സിലാക്കണം. 1 കിലോഗ്രാം. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം. അതുപോലെ കേരളത്തിലെ കാടുകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വൃക്ഷം ഏതാണ്? കേരളത്തിലെ കാടുകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വൃക്ഷം ഏതാണ് എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. ആൻസർ തേക്ക്. നമുക്ക് തേക്ക് ഓർക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട സാധനം നമ്മൾ നിലമ്പൂർ തേക്ക് ഓർമ്മിക്കണം. നിലമ്പൂർ തേക്ക് 2018 GI ടാഗ് ലഭിച്ച വൃക്ഷമാണ് നിലമ്പൂർ തേക്ക് എന്നറിയപ്പെടുന്നത്. അതുപോലെ തേക്കുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥലമാണ് കനോലി പ്ലോട്ട്. നിലമ്പൂർ കനോലി പ്ലോട്ട് എന്നറിയണം. അതുപോലെ തേക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ 2x2 അളവിലാണ് അത് നടുന്നത് അറിയാം. സ്റ്റമ്പ് കൃഷി രീതിയിലാണ് ചെയ്യുന്നത്. ഈ കൃഷി വികസിപ്പിച്ച വ്യക്തി TF ബോഡിലോൺ എന്ന വ്യക്തിയാണെന്ന് കൂടെ അറിയണം. TF ബോഡിലൻ എന്ന വ്യക്തി കൂടെ അറിയണം. TF ബോഡിലൻ. അപ്പൊ സ്റ്റമ്പ് കൃഷി ഓർമ്മിക്കണം, TF ബോഡിലൻ ഓർമ്മിക്കണം, 2x2 അറിയണം. മാത്രമല്ല തേക്ക് കൃഷി ചെയ്യുമ്പോൾ തുടക്കകാലത്ത് തേക്ക് കൃഷിയോടുകൂടെ മറ്റ് വിളകളും എന്ത് ചെയ്യാം? നടാം എന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. തേക്കിനോടൊപ്പം മറ്റ് വിളകളും എന്ത് ചെയ്യാൻ പറ്റും? നടാൻ സാധിക്കും എന്നുകൂടെ പറയുന്നുണ്ട്. അപ്പൊ തേക്കുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ സെറ്റായിട്ട് മനസ്സിലായി. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. പശ്ചിമഘട്ടത്തെ UN പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം. അപ്പൊ ആദ്യം അറിയേണ്ടത് പശ്ചിമഘട്ടം ഇന്ത്യയിലെ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ട് അല്ലെ ജൈവ വൈവിധ്യത്തിന്റെ കലവറയാണ് പശ്ചിമഘട്ടം. ഒരു എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് കൂടെയാണ് പശ്ചിമഘട്ടം. എന്താണ് എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞാൽ? ഹോട്ട്സ്പോട്ടുകൾ അപൂർവമായുള്ള ജീവികൾ കാണപ്പെടുന്നതോ എന്നാൽ അതിന്റെ ഒരു ഭാഗത്തിന് കോട്ടം സംഭവിച്ചതായ പ്രദേശത്തെയാണ് എന്ത് പറയുന്നത്? ഹോട്ട്സ്പോട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പശ്ചിമഘട്ടത്തെ UN പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷമാണ് ചോദിച്ചത്. അത് ഏത് വർഷമാണ്? 2012 ആണ്. 2012 ജൂലൈ 1-ന് 2012 ജൂലൈ 1-നാണ് പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഓക്കെ, 2012 ജൂലൈ 1-ന്. എവിടെ വെച്ചാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിംഗ് നടന്നതെന്ന് ചോദിച്ചാൽ റഷ്യയിലാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിംഗ് നടന്നത്. ഇനി 2-3 ദിവസം നമ്മൾ പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ടാണ് നോക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നോക്കൂ. 2012 ജൂലൈ 1-ന് റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ചേർന്ന ലോക പൈതൃക സമിതി മീറ്റിംഗിലാണ് പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. അടുത്ത് നോക്കൂ. 2012 പശ്ചിമഘട്ടത്തിൽ എത്ര കേന്ദ്രങ്ങളെയാണ് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത്? അപ്പൊ ഇതിൽ എത്ര കേന്ദ്രങ്ങൾ എന്ന് ചോദിച്ചാൽ അത് 39 കേന്ദ്രങ്ങൾ. 39 കേന്ദ്രങ്ങൾ ഉൾപ്പെടുത്തി. ഇതിനകത്ത് ഏറ്റവും അധികം കേന്ദ്രങ്ങൾ ഉള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കേരളത്തിൽ നിന്നാണ്. നമ്മളിപ്പോൾ 39 കേന്ദ്രങ്ങൾ പഠിച്ചല്ലോ. ഈ 39 കേന്ദ്രങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ കേന്ദ്രങ്ങൾ ഉള്ളത് കേരളത്തിൽ നിന്നാണ്. 20 കേന്ദ്രങ്ങളും കേരളത്തിൽ നിന്നാണെന്ന് അറിയണം. കേരളത്തിൽ നിന്ന് 20 എണ്ണം എന്നറിയണം. അതുപോലെ തന്നെ കർണാടകയിൽ നിന്ന് 10, തമിഴ്നാട് 5, മഹാരാഷ്ട്ര 4 എന്നിങ്ങനെയാണ് മറ്റു സംസ്ഥാനങ്ങളിലെ കേന്ദ്രങ്ങൾ എന്നറിയണം. ഇപ്പൊ ലോക പൈതൃക പട്ടിക. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യം ഉൾക്കൊള്ളുന്ന മലനിരകൾ ഏതാണ്? അപ്പൊ ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ളത്? അതിന്റെ ആൻസർ ഏത് തന്നെയാണ്? പശ്ചിമഘട്ടം. ഈ പശ്ചിമഘട്ടം എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്? പശ്ചിമഘട്ടം എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്? പശ്ചിമഘട്ടം 6 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഏതൊക്കെയാണ് 6 സംസ്ഥാനങ്ങൾ എന്ന് ചോദിച്ചാൽ കേരളമുണ്ട്, തമിഴ്നാടുണ്ട്, കർണാടകയുണ്ട്, ഗോവയുണ്ട്, ഗുജറാത്ത് ഉണ്ട്, മഹാരാഷ്ട്രയുണ്ട്.
മാത്രമല്ല പശ്ചിമഘട്ടം ഏറ്റവും കൂടുതൽ കടന്നു പോകുന്ന സംസ്ഥാനം അത് കർണാടകയാണെന്ന് കൂടെ അറിയണം. കർണാടക. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി എന്നറിയണം. 2695 ആണ് ആനമുടിയുടെ ഉയരം എന്നറിയണം. പശ്ചിമഘട്ടത്തിൽ ഒരുപാട് സുഖവാസ കേന്ദ്രങ്ങളുണ്ട്. പശ്ചിമഘട്ടത്തിൽ ഒരുപാട് ചുരങ്ങളുണ്ട്. എങ്കിൽ ഈ പശ്ചിമഘട്ടത്തിലെ സുഖവാസ കേന്ദ്രങ്ങളാണ് ലോനോവാല, കാണ്ടല. ഓർത്തു വെച്ചോണം, ചോദിക്കാം. ലോനോവാല, കാണ്ടല എന്നൊരെണ്ണമുണ്ട്. അതുപോലെ തന്നെ പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന മറ്റൊരു സുഖവാസ കേന്ദ്രമാണ് അംബോളി എന്നറിയണം. ഏതാണ്? അംബോളി. അതുപോലെ തന്നെ പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന മറ്റൊരു സുഖവാസ കേന്ദ്രമാണ്, ഇപ്പൊ ലോനോവാല, കാണ്ടല പഠിക്കണം, അംബോളി പഠിക്കണം. അതേപോലെ മറ്റൊരെണ്ണമാണ് കുദ്രേമുഖ് പഠിക്കണം. കുദ്രേമുഖ് പഠിക്കണം. അതുപോലെ തന്നെ മറ്റൊരെണ്ണമാണ് അപ്പൊ ലോനോവാല, കാണ്ടല, അംബോളി, കുദ്രേമുഖ്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരെണ്ണമാണ് നമ്മുടെ ഏതാണ്? കുടക്. എന്താണ്? കുടക്. ഓർത്തോണം, കുടക്. പഞ്ച്ഗാനി. മഹാബലേശ്വർ. ഇതൊക്കെ ഓർത്തു വെച്ചോണം, ചിലപ്പോൾ ചോദിക്കാം. പശ്ചിമഘട്ടത്തിലെ സുഖവാസ കേന്ദ്രങ്ങളിൽ പെടാത്തത് ഏതെന്ന് ചോദിച്ചാൽ ഇതൊക്കെ പെടുന്നതാണ്. ലോനോവാല, കാണ്ടല, അംബോളി മഹാരാഷ്ട്രയാണ്. കുദ്രേമുഖ്, കുടക്, പഞ്ച്ഗാനി, മഹാബലേശ്വർ കുന്ന്. ഇതൊക്കെയാണ് പശ്ചിമഘട്ടത്തിലെ സുഖവാസ കേന്ദ്രം. അതുപോലെ തന്നെ ബോർഘട്ട് ചുരം, കുറച്ച് ചുരങ്ങൾ കാണപ്പെടുന്നു. ബോർഘട്ട് ചുരമുണ്ട്, താൽഘട്ട് ചുരമുണ്ട്, പാലക്കാട് ചുരമുണ്ട്, ചെങ്കോട്ട ചുരമുണ്ട്. ഇതൊക്കെ പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന ചുരങ്ങളാണെന്ന് അറിയണം. ബോർഘട്ട്, താൽഘട്ട്, പാലക്കാട്, ചെങ്കോട്ട. അപ്പോൾ ഇതൊക്കെ പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ടാണ് അറിയണം. അതുപോലെ തന്നെ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ലോകത്തിലെ ജൈവവൈവിധ്യ മേഖലകളിൽ 8 ഹോട്ടസ്റ്റ് ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നാണ് പശ്ചിമഘട്ടം. അല്ലാതെ 8 ഹോട്ട്സ്പോട്ട് എന്നല്ല അതിൻ്റെ അർത്ഥം. 8 ഹോട്ടസ്റ്റ് ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നാണ് പശ്ചിമഘട്ടം. അതുപോലെ ഇന്ത്യയിലെ കാലാവസ്ഥയെ പശ്ചിമഘട്ടം സ്വാധീനിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിയോ തെറ്റോ? ഇന്ത്യയുടെ കാലാവസ്ഥയെ പശ്ചിമഘട്ടം ശരിയാണ്. 2 പ്രസ്താവനയും ശരി തന്നെയാണ്. 1ഉം 2ഉം ശരിയാണ്. അപ്പോൾ നമുക്കറിയാം ലോകത്തിലെ ഹോട്ട്സ്പോട്ടുകൾ 36 എണ്ണമാണ്. അതിലെ 8 ഹോട്ടസ്റ്റ് ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നാണ് പശ്ചിമഘട്ടം. ഇന്ത്യയിലെ 4 ഹോട്ട്സ്പോട്ടുകളാണ് ഹിമാലയം, പശ്ചിമഘട്ടം, ഇൻഡോ ബർമ മേഖല, സുണ്ടാലാൻഡ് എന്നിങ്ങനെ 4 എണ്ണമാണ് വരുന്നതെന്ന് അറിയണം. ഇന്ത്യയുടെ കാലാവസ്ഥയെ പശ്ചിമഘട്ടം സ്വാധീനിക്കുന്നു എന്ന് പറഞ്ഞാലും ശരി തന്നെയാണ്. ഇന്ത്യയുടെ കാലാവസ്ഥയെ പശ്ചിമഘട്ടം സ്വാധീനിക്കുന്നു. അപ്പോ 1ഉം 2ഉം ശരി എന്ന ഓപ്ഷനിലേക്ക് നമുക്ക് പോകേണ്ടിയിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, വളരെ എളുപ്പമാണ്. പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട് കവർ ചെയ്ത് പോവുകയാണ്. പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായതേത്? ഇന്ത്യയിലെ 6 സംസ്ഥാനങ്ങളിലൂടെ പശ്ചിമഘട്ടം കടന്നു പോകുന്നു. ഗുജറാത്തിലെ താപ്തി നദീമുഖം മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നു. പശ്ചിമഘട്ടം കൂടുതൽ ദൂരം കടന്നു പോകുന്നത് കർണാടകയിലൂടെയാണ്. പശ്ചിമഘട്ടം ഏറ്റവും കുറവ് കടന്നു പോകുന്നത് ഗോവയിലൂടെയാണ്. ആൻസർ എല്ലാം ശരിയെന്നാണ്. ഇവയെല്ലാം ശരിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 6 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു. അതുപോലെ ദാമൻ ദിയു, പോണ്ടിച്ചേരി അല്ലെങ്കിൽ പുതുച്ചേരി എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലൂടെയും പശ്ചിമഘട്ടം കടന്നു പോകുന്നു. പശ്ചിമഘട്ടം കടന്നു പോകുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങൾ ദാമൻ ദിയുവും പുതുച്ചേരിയും എന്നുകൂടെ ഓർമ്മിക്കണം. നിങ്ങൾ ഓർമ്മിക്കണം. അപ്പോൾ പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട് 6 സംസ്ഥാനം ശരി തന്നെയാണ്. താപ്തി മുതൽ തമിഴ്നാട് വരെ കന്യാകുമാരി 1600ഓളം കിലോമീറ്റർ ദൂരമാണ് വ്യാപിച്ചു കിടക്കുന്നതെന്ന് അറിയണം. 1600ഓളം കിലോമീറ്റർ കൂടെ വ്യാപിച്ചു കിടക്കുന്നു. ഓക്കെ. അതുപോലെ പശ്ചിമഘട്ടത്തിലെ വടക്ക് ഭാഗം അറിയപ്പെടുന്നത് എന്തെന്നാണ്? പശ്ചിമഘട്ടത്തിലെ വടക്ക് ഭാഗങ്ങൾ അറിയപ്പെടുന്നത് സഹ്യാദ്രി എന്നാണ്. അതുപോലെ പശ്ചിമഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്നത് സഹ്യപർവ്വതം എന്നാണ്. പശ്ചിമഘട്ടം തമിഴ്നാടിൽ അറിയപ്പെടുന്നത് നീലഗിരി എന്നുമാണ്. അപ്പോൾ പശ്ചിമഘട്ടത്തിലെ വടക്ക് ഭാഗം സഹ്യാദ്രി, നീലഗിരി എന്നറിയപ്പെടുന്നത് തമിഴ്നാടിലാണ്. അതുപോലെ തന്നെ സഹ്യപർവ്വതം എന്നുകൂടെ ഉണ്ട്. ക്ലിയർ? അപ്പോൾ വടക്ക് ഭാഗത്ത് പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ പശ്ചിമഘട്ടം സഹ്യാദ്രി എന്നറിയപ്പെടുന്നു. കേരളത്തിൽ സഹ്യപർവ്വതം. ഈ സഹ്യാദ്രി എന്ന വാക്കിന്റെ അർത്ഥമോ? ദി മൗണ്ടെയിൻ ഓഫ് പേഷ്യൻസ്. ചിലപ്പോൾ ഒരു ചോദ്യം വന്നേക്കാം. ദി മൗണ്ടെയിൻ ഓഫ് പേഷ്യൻസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സഹ്യാദ്രി എന്നാണ്. അല്ലെങ്കിൽ നമ്മുടെ പശ്ചിമഘട്ടം തന്നെയാണ് മഹാരാഷ്ട്രയിൽ അല്ലെങ്കിൽ വടക്ക് ഭാഗങ്ങളിൽ അറിയപ്പെടുന്നത്. അതുപോലെ പശ്ചിമഘട്ടം ആനമുടിയിലെത്തുമ്പോൾ 3 വശങ്ങളിലേക്കായി പർവ്വതനിരകളെ ചിതറുന്നു. 3 വശങ്ങളിലേക്കായി പർവ്വതനിരകളായി ചിതറുന്നു. താഴെ പറയുന്നവയിൽ പ്രസ്താവന. ആനമുടിയുടെ കിഴക്കോട്ട് പോകുന്ന പർവ്വതനിര പളനിമലയെന്നും ആനമുടിയുടെ വടക്കോട്ടുള്ളത് ആനമലയെന്നും
ആനമുടി തെക്കോട്ടുള്ളത് കാർഡമം ഹിൽസ് അല്ലെങ്കിൽ ഏലമല എന്ന് പറയുന്നു. എല്ലാം ശരി എന്നാണ് പറയുന്നത്. നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അവിടെ നോക്കൂ, ആനമുടിയുടെ കിഴക്കോട്ട് അല്ലെ, കിഴക്കോട്ട് ഒഴുകുന്ന പർവ്വതനിര ഏതാണ്? പളനിമല. അവിടെ മറക്കരുത്, പളനിമല. ആനമുടിയുടെ വടക്കോട്ടുള്ളത് ആനമല തന്നെയാണ്. ആനമുടിയുടെ തെക്കോട്ടുള്ളത് ഏതാണ്? ഏലമലയാണ്. 3 സ്റ്റേറ്റ്മെന്റും ശരി. നല്ല അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഓർമ്മിച്ച് വെക്കണം. അപ്പോൾ ആനമുടിയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഇവിടെ എത്തേണ്ടത്. അല്ലെങ്കിൽ പശ്ചിമഘട്ടം ആനമുടിയിൽ എത്തുമ്പോൾ, ഏറ്റവും ഉയരം കൂടിയതാണല്ലോ ആനമുടി, അവിടെ എത്തുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. ഏകദേശം 2695 മീറ്ററാണ് ആനമുടിയുടെ ഉയരം എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം. സെറ്റായിട്ട് മനസ്സിലായോ? ക്ലിയർ ആണ്. അതുപോലെ തന്നെ ഈ ഏലമല, നമ്മളിപ്പോൾ പറഞ്ഞ ഏലമല എന്താ പ്രത്യേകത? ആനമുടിയുടെ തെക്കോട്ടുള്ള പർവ്വതനിരകളാണ് ഏലമല അല്ലെങ്കിൽ കാർഡമം ഹിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏലമലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് അഗസ്ത്യമല എന്നറിയപ്പെടുന്നത്. അഗസ്ത്യമല മാത്രമല്ല, ഈ അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ് ഒക്കെ ഉണ്ട്, നമുക്ക് പഠിക്കാം. കേരളത്തിലെ 2 ബയോസ്ഫിയർ റിസർവുകളാണുള്ളത്. ഒന്ന് നീലഗിരി ബയോസ്ഫിയർ റിസർവും 2 അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവും ആണെന്നിവിടെ അറിയണം. അടുത്ത ക്വസ്റ്റ്യൻ, പ്രോജക്റ്റ് എലിഫന്റ് സംബന്ധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. ഈ പദ്ധതി 73 നടപ്പിലാക്കിയെന്നാണ് കിടക്കുന്നതെങ്കിലും 73 നടപ്പിലാക്കിയത്, ഇത് 92 അപ്പോൾ ഇത് 1992 മനസ്സിലായി. അപ്പോൾ ഓർമ്മിക്കേണ്ടത്, ഈ പ്രോജക്റ്റ് എലിഫന്റ് പദ്ധതി ഏത് വർഷമെന്ന് ചോദിച്ചാൽ 1992 മനസ്സിലാക്കണം. നാട്ടാനകളുടെ ക്ഷേമവും പരിപാലനവുമാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്ന്. ശരി തന്നെയാണ്. അതുപോലെ തന്നെ കേരളത്തിലുള്ള 4 ആന സംരക്ഷണ റിസർവുകളിൽ ഒന്നാണ് നിലമ്പൂർ, അതും ശരി തന്നെയാണ്. അപ്പോൾ 4 റിസർവുകളിൽ ഒന്നാണ് നിലമ്പൂർ എന്ന് പറയുന്നതും ശരി തന്നെയാണ്. അപ്പോൾ 2ഉം 3ഉം ശരി എന്ന ഓപ്ഷനിലേക്ക് നമുക്ക് പോകാം. 2ഉം 3ഉം ശരി തന്നെയാണ്. അതുപോലെ ഈ പ്രോജക്റ്റ് എലിഫന്റുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് ഹാത്തി മേരെ സാത്തി എന്ന് ഓർമ്മിക്കണം. ഹാത്തി മേരെ സാത്തി എന്ന ക്യാമ്പയിൻ ഏത് വർഷമാണ് എന്ന് ചോദിച്ചാൽ 2011 മെയ് 24 ഹാത്തി മേരെ സാത്തി. അതുപോലെ കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം ചോദിച്ചാൽ നിങ്ങൾ കോട്ടൂർ എന്ന് പറയണം. ആന പുനരധിവാസ കേന്ദ്രം ഏതാണ്? കോട്ടൂരാണ്. അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ കീഴിലും നെയ്യാർ വന്യജീവി സങ്കേതത്തിന് കീഴിലും കോട്ടൂരുണ്ട്. അതുപോലെ നിങ്ങൾ അറിയേണ്ടത്, കോന്നിയും കോടനാടും ആൻസറായിട്ട് വരണമെങ്കിൽ അവിടെ ഓർമ്മിക്കേണ്ടത് ആന പരിശീലന കേന്ദ്രങ്ങൾ. അപ്പോൾ ആന പുനരധിവാസ കേന്ദ്രം കോട്ടൂരാണെങ്കിൽ ആന പരിശീലന കേന്ദ്രം കോന്നിയും കോടനാടും അറിയണം. അതുപോലെ തന്നെ ആനയുമായി ബന്ധപ്പെട്ട് കാട്ടാന ഉദ്യാനം ചോദിച്ചാൽ ആനയിറങ്ങൽ ചിന്നക്കനാൽ എന്നറിയണം. ആനയിറങ്ങൽ ചിന്നക്കനാൽ എന്നറിയണം. കാട്ടാന ഉദ്യാനം, ആനയിറങ്ങൽ ചിന്നക്കനാൽ. അതുപോലെ നിങ്ങൾ അറിയേണ്ട മറ്റൊരെണ്ണമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരെണ്ണമാണ്, നമ്മുടെ ആനകളുടെ മ്യൂസിയം. ആനകളുടെ മുഴുവൻ അസ്ഥിയും സൂക്ഷിക്കുന്ന മ്യൂസിയം ഗവി മ്യൂസിയമാണ് പത്തനംതിട്ട. ഗവി മ്യൂസിയം. ഇത്രയും കാര്യം പ്രോജക്റ്റ് എലിഫന്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ക്ലിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ ഈ എലിഫന്റ്, നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ അവിടെ പറയാം. എലിഫന്റ് നമുക്കറിയാം, ഇതൊരു അല്ലെങ്കിൽ ഏഷ്യൻ ആനകൾ പശ്ചിമഘട്ടത്തിലാണ് കാണപ്പെടുന്നത്. ഈ ലോകത്തിലെ 30%-ലധികം ഏഷ്യൻ ആനകളും കാണപ്പെടുന്നത് പശ്ചിമഘട്ടത്തിലാണ്. മാത്രമല്ല IUCN ഏത് ലിസ്റ്റിലാണ് ഈ ആനകൾ വരുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ക്രിട്ടിക്കലി അല്ലെങ്കിൽ എന്താണ് എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്ന് പറയണം. എൻഡേഞ്ചേർഡിൽ ഉൾപ്പെടുന്നു എന്ന് മാത്രം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക എന്നാണ്. അവിടെ ജൈവ വൈവിധ്യ ആക്ടിന്റെ ഫലമായി 2003 ദേശീയ ജൈവ വൈവിധ്യ അതോറിറ്റി നിലവിൽ വന്നു എന്നും ദേശീയ ജൈവ വൈവിധ്യ അതോറിറ്റിയുടെ ആസ്ഥാനം ചെന്നൈയാണ്. സംസ്ഥാനത്ത് ആദ്യമായി ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കിയ പഞ്ചായത്ത് പനമരം എന്നും പറയുന്നുണ്ട്. ഇതിൽ ഏതൊക്കെ ശരി ഏതൊക്കെ തെറ്റെന്ന് നമുക്കൊന്ന് നോക്കാം. ജൈവ വൈവിധ്യം എന്നാൽ എന്ത്? ബയോഡൈവേഴ്സിറ്റി. എന്താണ് ബയോഡൈവേഴ്സിറ്റി എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം. അപ്പം ജൈവ വൈവിധ്യം എന്താണ്? ജൈവ വൈവിധ്യം എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം, ജൈവ വൈവിധ്യം എന്നാൽ ജീവൻ അല്ലെ, ലൈഫ് ഓൺ എർത്ത്, വെറൈറ്റീസ് ഓഫ് ലൈഫ് ഓൺ എർത്ത് എന്നാണ് പറയുന്നത്.
ഇത് 2002 ഈ ആക്ട് നിലവിൽ വന്നത്. 2002 ബയോഡൈവേഴ്സിറ്റി ആക്ട് നിലവിൽ വന്നതെങ്കിൽ ഈ 2002 8ാമത്തെ സെക്ഷൻ പ്രകാരമാണ്. 2002 ആക്ട് പ്രകാരമുള്ള 8ാമത്തെ സെക്ഷൻ പ്രകാരം 2002 പ്രകാരമുള്ള ആക്ട് പ്രകാരമുള്ള 8ാമത്തെ സെക്ഷനിൽ 2003 അതോറിറ്റി നിലവിൽ വന്നു. അപ്പോൾ ഈ അതോറിറ്റി നിലവിൽ വരാൻ കാരണം ഈ ആക്ട് ആണ്. ഏത് സെക്ഷൻ എന്ന് ചോദിച്ചാൽ 8ാമത്തെ സെക്ഷൻ എന്ന് മനസ്സിലാക്കണം. അതുപോലെ ദേശീയ ജൈവവൈവിധ്യ അതോറിറ്റിയുടെ ആസ്ഥാനം ചെന്നൈ തന്നെയാണ്. സമ്മതിച്ചു, ചെന്നൈ തന്നെയാണ്. നിലവിലെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ വീരേന്ദ്ര ആർ തിവാരി എന്നറിയണം. വീരേന്ദ്ര ആർ തിവാരി, നിലവിലെ ചെയർമാൻ വീരേന്ദ്ര ആർ തിവാരി. അതുപോലെ സംസ്ഥാനത്ത് ആദ്യമായി ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കിയ പഞ്ചായത്തെ ചോദിച്ചാൽ അത് എടവക എന്ന് മനസ്സിലാക്കണം. ഏതാണ്? എടവക. സംസ്ഥാനത്ത് ആദ്യമായി ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കിയ പഞ്ചായത്ത് എടവകയാണ്. വയനാട് ജില്ലയിലെ എടവകയാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ കണ്ടോ? 1ഉം 2ഉം ശരി എന്ന ഓപ്ഷനിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. 1ഉം 2ഉം ശരി. മനസ്സിലായല്ലോ? അടുത്തൊരു ക്വസ്റ്റ്യൻ. ജൈവ വൈവിധ്യത്തിന്റെ ആഗോള സാമ്പത്തിക നേട്ടങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാനുള്ള ഒരു ആഗോള സംരംഭമാണ് ഡാഷ്. അപ്പോൾ ജൈവ വൈവിധ്യത്തിന്റെ ആഗോള സാമ്പത്തിക നേട്ടങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാനുള്ള ഒരു ആഗോള സംരംഭമാണ് ഡാഷ് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ്. TEEB എന്ന് മനസ്സിലാക്കണം. TEB, ദി എക്കണോമിക്സ് ഓഫ് ecosystems and biodiversity എന്നാണ് ഇതിന്റെ അർത്ഥം. ദി എക്കണോമിക്സ് ഓഫ് എക്കോസിസ്റ്റംസ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി. എന്താണ് ഇതിന്റെ ലക്ഷ്യം? ജൈവ വൈവിധ്യത്തിൽ നിന്ന് ആഗോള സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാനുള്ള, എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കാനുള്ള ഒരു സംരംഭമാണ് TEB. ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യനാണ്, സെയിം ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി ഫുൾ ഫോം ചോദിച്ചാൽ എഴുതാം ദി എക്കണോമിക്സ് ഓഫ് എക്കോസിസ്റ്റംസ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി എന്ന് മനസ്സിലാക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. പരിസ്ഥിതി സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക, ജീവികളോട് അനുകമ്പ പുലർത്തുക എന്നത് ഒരു പൗരന്റെ മൗലിക കടമയാണെന്ന് അനുശാസിക്കുന്ന ഭരണഘടന അനുച്ഛേദമേത്? നമ്മൾ ആദ്യം അറിയേണ്ടത് 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ആണ് ആദ്യം അറിയേണ്ടത്. 1972 വന്യജീവി സംരക്ഷണ നിയമം. ഇത് 8ഓളം തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്. 8ഓളം തവണ ഭേദഗതി ചെയ്തു. അപ്പോൾ എൻ്റെ ചോദ്യം, ഈ വൈൽഡ് ലൈഫ് വന്യജീവി സംരക്ഷണ നിയമം 1972 8 തവണ ഭേദഗതി ചെയ്തു. ഏതൊക്കെയാണ് ആ 8 തവണകൾ എന്ന് ചോദിച്ചാൽ അതിൽ ഒന്നാമത്തത് 1976 ആദ്യം വന്നത്. അതുപോലെ 1982 1986 അതുപോലെ 1991 1993 അതുപോലെ 2002 2006 അവസാനം 2022 വന്നു. അപ്പോൾ ഇതാണ് 8 തവണ ഭേദഗതി ചെയ്തു. ഇതിൽ ആദ്യ തവണ ഭേദഗതി 76 അപ്പോൾ ഇതിൽ 42ാം ഭരണഘടനയുടെ 42ാം ഭേദഗതി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 42ാം ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നു. അത് ഏത് വർഷം? 76 അതിൽ എന്ത് പറയുന്നു എന്ന് ചോദിച്ചാൽ ജീവികളെ, വനത്തെയും വന്യജീവികളെയും സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് എന്ത് ലിസ്റ്റിലേക്ക് മാറ്റി? കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത് 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 1976. അതുപോലെ തന്നെ അപ്പോൾ അവിടെ എത്ര ഓർമ്മിക്കണം? ഈ പറയുന്ന 8 തവണയും ഒന്ന് ഓർമ്മിക്കണം. ക്ലിയർ ആണ്? 42ാം ഭരണഘടനാ ഭേദഗതി മറക്കരുത്. അതുപോലെ നിങ്ങൾ ഓർക്കാനുള്ള മറ്റൊരു കാര്യമാണ് ഈ പറയുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആൻസർ 51 സ്മോൾ ജി ആണ്. പരിസ്ഥിതി സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക, ജീവികളോട് അനുകമ്പ പുലർത്തുക എന്നത് ഒരു പൗരന്റെ മൗലിക കടമയാണെന്ന് പറയുന്നത് 51 സ്മോൾ ജി ആണെന്ന് മനസ്സിലാക്കണം. 51 സ്മോൾ ജി. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് റേച്ചൽ കേഴ്സൺ ആണെന്നറിയണം. ആരാണ്? റേച്ചൽ കേഴ്സൺ. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ് റേച്ചൽ കേഴ്സൺ. അതുപോലെ ആരാണ് ഈ വങ്കാരി മാതായ് എന്ന് ചോദിച്ചാൽ, വങ്കാരി മാതായ് നമ്മുടെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് 1977 ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് വങ്കാരി മാതായ്. ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് വങ്കാരി മാതായ് എന്നറിയണം. 77 അറിയണം. ഓക്കെ അല്ലേ? ആ സ്ഥാനം നെയ്റോബി ആണെന്നറിയണം. നെയ്റോബി. അതുപോലെ മേധാ പട്കർ നമുക്കറിയാം. മേധാ പട്കറിന്റെ പ്രത്യേകത നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടാണ് മേധാ പട്കർ നർമ്മദ ബച്ചാവോ ആന്തോളൻ.
ഇറോം ശർമിള അഫ്സ്പ കരിനിയമവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വനിതയാണ് ഇറോം ശർമിള എന്നറിയണം. അടുത്തൊരു ക്വസ്റ്റ്യൻ, മരുഭൂമീകരണത്തെ ചെറുക്കുന്നതിനുള്ള UN-ന്റെ ഉടമ്പടി ഏതാണ്? മരുഭൂമീകരണത്തെ ചെറുക്കുന്നതിനുള്ള UN-ന്റെ ഉടമ്പടി അത് UNCCD എന്നറിയപ്പെടുന്നു. UNCCD, യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ടു കോംബാറ്റ് ഡെസേർട്ടിഫിക്കേഷൻ എന്നാണ്. യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ടു കോംബാറ്റ് ഡെസേർട്ടിഫിക്കേഷൻ. ഇത് 1994 സ്ഥാപിതമായത്, രൂപീകൃതമായത് മരുഭൂമീകരണം ചെറുക്കാൻ വേണ്ടി. മരുഭൂമി വർഷം ചോദിച്ചാൽ 2006, UN-ന്റെ അന്താരാഷ്ട്ര മരുഭൂമീകരണ വർഷം 2006. അതുപോലെ ഈ UNCCD എന്തിന്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ അത് UNCEDയുടെ ഭാഗമാണ്. UNCEDയുടെ ഭാഗമാണെന്ന് അറിയണം. എന്താണ് UNCED? യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ എൻവിയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഭാഗമാണ് അറിയണം. ഇതിന്റെ മറ്റൊരു പേര് ഭൗമ ഉച്ചകോടി എന്നും റിയോ ഉച്ചകോടി എന്നും അറിയപ്പെടുന്നു. ഭൗമ ഉച്ചകോടി എന്നും റിയോ ഉച്ചകോടി എന്നും അറിയപ്പെടുന്നു. മാത്രമല്ല ഈ ഭൗമ ഉച്ചകോടി എന്നും റിയോ ഉച്ചകോടി എന്നും അറിയപ്പെടുന്നുണ്ടെങ്കിലും അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് നമ്മൾ ഏത് വർഷമാണ്? 92 അറിയണം. ഇവിടെ ഉള്ള ഒരു പ്രാമാണിക രേഖയുണ്ടായിരുന്നു, അജണ്ട 21 എന്നുകൂടെ അറിയണം. അപ്പോൾ അജണ്ട 21 എന്തുമായിട്ട് ബന്ധപ്പെട്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം അത് UNCEDയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭൗമ ഉച്ചകോടിയും റിയോ ഉച്ചകോടിയും. അതുപോലെ അതിൻ്റെ ഭാഗമായിട്ടാണ് മരുഭൂമീകരണം UNCCD എന്നുകൂടെ അറിയുക. UNCCD. അടുത്തത്, പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്നതിനായി രൂപം കൊണ്ട പരിസ്ഥിതി കമാൻഡോസ് എന്നറിയപ്പെടുന്ന സംഘടന ഏത്? പരിസ്ഥിതി കമാൻഡോസ്. ഈ കമാൻഡോസ് എന്നറിയപ്പെടുന്ന സംഘടന ഒരു സംശയവുമില്ലാതെ ഗ്രീൻ പീസ് ആണ് ആൻസർ. എന്താണ് ഗ്രീൻ പീസ്? ഗ്രീൻ പീസ് രൂപീകൃതമായത് 1971 വാൻകൂർ ആണ്, കാനഡ. വാൻകൂറിലാണ് രൂപീകൃതമായതെങ്കിലും ഇതിന്റെ ആസ്ഥാനം നിലവിലത് ആംസ്റ്റർഡാമിലാണെന്ന് പറയണം. ആംസ്റ്റർഡാം. ഇതിന്റെ പേര് 1979 പേര് മാറ്റി ഗ്രീൻ പീസ് ഇന്റർനാഷണൽ എന്ന പേരിലേക്ക് മാറി. മാത്രമല്ല 2001 ഗ്രീൻ പീസ് ഇന്ത്യ രൂപീകൃതമായി. ഗ്രീൻ പീസ് ഇന്ത്യ. ഓക്കെയാണ്. അപ്പോൾ ഗ്രീൻ പീസുമായി ബന്ധപ്പെട്ട് നോക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കപ്പലുണ്ട്, റെയിൻബോ വാരിയർ എന്നറിയണം. റെയിൻബോ വാരിയർ. ഗ്രീൻ ബെൽറ്റ് ഞാൻ പറഞ്ഞു ഏത് വർഷമാണ്? 1977 ആണ്. ബംഗാരി മാതായാണ് നെയ്റോബി. വേൾഡ് നാച്ചുറൽ ഓർഗനൈസേഷൻ 2010 രൂപീകൃതമായ പരിസ്ഥിതി സംരക്ഷണ അതോറിറ്റിയാണ് WNO. അതുപോലെ തന്നെ ഗ്രീൻ ക്രോസ് ഇന്റർനാഷണൽ ചോദിച്ചാൽ ഗ്രീൻ ക്രോസ് 93 മിഖായിൽ ഗോർബച്ചേവ് ആണ് സ്ഥാപിച്ചത്. ആസ്ഥാനം ജനീവ. പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന ഉഷ്ണമേഖല നിത്യഹരിത കന്യാവനത്തിന് ഉദാഹരണം. കന്യാവനം സിമ്പിളായിട്ട് ചോദിച്ചാൽ നിത്യഹരിത വനം ചോദിച്ചാൽ യാതൊരു സംശയവുമില്ല ആൻസർ സൈലന്റ് വാലിയാണ്. കന്യാവനം സൈലന്റ് വാലി. അവിടെ മാത്രമല്ല, സൈലന്റ് വാലിയെ കുറിച്ച് നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു. സൈലന്റ് വാലിയോടൊപ്പം ഇവിടെ കാണപ്പെടുന്ന നിത്യഹരിത വനത്തിന് ഉദാഹരണമാണ് പൂയംകുട്ടി എന്നറിയണം. രാജഗോപാലയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായതാണ് പൂയംകുട്ടി, എറണാകുളം ജില്ല എന്നുകൂടെ അറിയണം. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇന്ത്യ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന ആരാണ്? വനത്തിന്റെ കണക്കെടുപ്പ് നടത്തുന്നതാണ് ഇന്ത്യ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട്. ഇത് തയ്യാറാക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഇത് FSI ആണ്. FSI എന്നാണ്. FSI ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയാണ് ഇന്ത്യ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട്, ISFR എന്ന് പറയും. ISFR തയ്യാറാക്കുന്നത് FSI ആണ്. മാത്രമല്ല ഈ ISFR ഇപ്പോൾ ലേറ്റസ്റ്റ് 2023 നമുക്ക് പഠിക്കാനുള്ളത് പുതിയ കണക്കനുസരിച്ച്. ഇതിന്റെ കണക്കനുസരിച്ച് 2023 ISFRന്റെ കണക്കനുസരിച്ച് നമ്മുടെ 2024 ഡിസംബറിലാണ് ഇത് നിലവിൽ വന്നത് ഡിസംബറിൽ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ റിപ്പോർട്ട് 2023 പ്രകാരം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? അപ്പൊ അത് നോക്കൂ. അവിടെ ഇന്ത്യയുടെ വനവിസ്തൃതി 21.76% എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അവിടെ ഇന്ത്യയുടെ ആകെ വിസ്തൃതിയിൽ 25.17% വനങ്ങളും വൃക്ഷങ്ങളും ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്നു. അതുപോലെ FSI 2023 റിപ്പോർട്ടുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യയുടെ വനവിസ്തൃതിയിൽ വർധനമുണ്ടായിട്ടുണ്ട്. ഇനി FSI റിപ്പോർട്ട് തയ്യാറാക്കുന്നത് 2 വർഷം കൂടുമ്പോഴാണ് എന്നൊക്കെയാണ് ചോദിച്ചത്. ഓക്കെ, നമുക്കിവിടെ ആൻസർ എല്ലാം ശരി എന്ന ഓപ്ഷനിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവിടെ ആൻസർ ഇന്ത്യയുടെ വനവിസ്തൃതി ഇത്രയാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, അപ്പോൾ വനവിസ്തൃതി ഉണ്ട്, വന ആവരണമുണ്ട്, വൃക്ഷ ആവരണമുണ്ട്, രണ്ടും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ പറയുന്നത് കണ്ടോ. അപ്പോൾ ഇന്ത്യയുടെ ആകെ വിസ്തൃതിയിൽ 25.17% വനങ്ങളും വൃക്ഷങ്ങളും ഉൾപ്പെടുന്നുവെങ്കിൽ ശരി.
അപ്പം വനം മാത്രം ചോദിച്ചാൽ 21.76%, വനവും വൃക്ഷവും കൂടെ ചേർത്തിട്ടാണെങ്കിൽ 25.17%, അറിയണം. ഈ FSI 2021 ലേറ്റസ്റ്റ് നേരത്തെ വന്നതെങ്കിലും അതിൻ്റെ ശേഷം അതിൽ കണക്കാക്കുമ്പോൾ ഇപ്പോൾ എന്ത് ചെയ്തു, വനവിസ്തൃതിയിൽ വർധനവുണ്ടായിട്ടുണ്ട്. ഇത് 2 വർഷം കൂടുമ്പോഴാണ് തയ്യാറാക്കുന്നത് പറഞ്ഞു. അപ്പോൾ എല്ലാം ശരി എന്ന ഓപ്ഷനിലേക്ക് നമുക്ക് പോവാം. എല്ലാം ശരി. അതുപോലെ തന്നെ ഈ ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ പുതിയ കണക്കനുസരിച്ച് വനവിസ്തൃതിയിൽ 1, 2, 3 സ്ഥാനങ്ങളിൽ ആരൊക്കെയെന്നാണ്. 1, 2, 3 സ്ഥാനങ്ങളിൽ ആരൊക്കെയാണ്? അവിടെ മധ്യപ്രദേശും അരുണാചൽ പ്രദേശും ഛത്തീസ്ഗഡുമാണ്. മധ്യപ്രദേശും അരുണാചൽ പ്രദേശും ഛത്തീസ്ഗഡുമാണ്. അതുപോലെ ചൈന, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളാണ് പട്ടികയിൽ 1, 2 സ്ഥാനത്തുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വനമുള്ളത് ചൈന, ഓസ്ട്രേലിയ. അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലായോ ഇത്? അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ വന്യമൃഗങ്ങൾ, പക്ഷികൾ, സസ്യങ്ങൾ എന്നിവയുടെ സംരക്ഷണത്തിനായി വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം. വന്യജീവി സംരക്ഷണ നിയമം അത് 1972 തന്നെയാണ്. 7 ചാപ്റ്റർ ഉണ്ട്, 6 പട്ടിക ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 4 ചുരുക്കിയിട്ടുണ്ട്. അതൊന്ന് ഓർമ്മിച്ച് വെക്കണം. 22 ഭേദഗതി, ഞാൻ നേരത്തെ പറഞ്ഞു 8 തവണ ഭേദഗതി ആയിട്ടുണ്ട്. അത് 2022 ഭേദഗതി ആയപ്പോൾ 4 ചുരുക്കിയിട്ടുണ്ടെന്ന് ഓർമ്മിച്ചോണം. ഇപ്പൊ ഇവിടെ 6 പട്ടിക, പക്ഷെ 4 ചുരുക്കി. 66 വകുപ്പ്. ഇതാണ് 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം. 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന കാര്യം ഇതാണെന്ന് അറിയണം കേട്ടോ. ക്ലിയർ? അപ്പൊ ഇവിടെ 7 ചാപ്റ്റർ ഏതൊക്കെയെന്ന് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. അവിടെ ഒന്ന് നോക്കാം. ഒന്നാമത്തെ ചാപ്റ്റർ പ്രിലിമിനറി എന്നറിയണം. പ്രിലിമിനറി. രണ്ടാമത്തെ ചാപ്റ്റർ ഏതാണ്? അതോറിറ്റി എന്നറിയണം. ചാപ്റ്റർ ആണ് ഞാൻ പറയുന്ന അതോറിറ്റി. മൂന്നാമത്തെ ചാപ്റ്റർ ചോദിച്ചു കഴിഞ്ഞാൽ ഹണ്ടിങ് അല്ലെങ്കിൽ വേട്ടയെ പറ്റി പറയുന്ന ചാപ്റ്റർ 3 ആണെങ്കിലും വേട്ടയുടെ നിർവചനം 2:16 ആണെന്നും അറിയണം. അതുപോലെ നാലാമത്തത് ചോദിച്ചാൽ സംരക്ഷിത പ്രദേശം അല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡ് ഏരിയാസിലേക്ക് പോകുന്നു. പ്രൊട്ടക്റ്റഡ് ഏരിയാസ്. അഞ്ചാമത്തിലേക്ക് പോകുമ്പോൾ വ്യാപാരമാണ്. വന്യജീവിയുമായി ബന്ധപ്പെട്ട വസ്തുക്കളുമായി ബന്ധപ്പെട്ട വ്യാപാരം. 6 കുറ്റം വരുന്നുണ്ട്. 7 മറ്റുള്ളവ എന്ന് വരുന്നുണ്ട്. ഇതാണ് 7 ചാപ്റ്റർ ആണ് പറയുന്നത്, പട്ടികയല്ല പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. 7 ചാപ്റ്റർ ആണ് ഞാനിപ്പോൾ പറഞ്ഞതെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഇതിൽ വേട്ടയെ പറ്റിയുള്ള നിർവചനം ചോദിച്ചാൽ 2:16, വേട്ടയെ പറ്റിയുള്ള അധ്യായം ചോദിച്ചാൽ 3 എന്നറിയണം. അതുപോലെ തന്നെ അതിന്റെ സെക്ഷൻ ചോദിച്ചാൽ 9 മുതൽ 17 സെക്ഷനുകളും എന്നുകൂടെ ഒന്ന് മനസ്സിലാക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വേട്ട. അതുപോലെ ഈ പ്രൊട്ടക്റ്റഡ് ഏരിയ, സംരക്ഷിത പ്രദേശങ്ങൾ ഏത് മുതൽ ഏത് വരെ? 18 മുതൽ 38 വരെയുള്ള സെക്ഷനുകൾ അതിനകത്ത് ഉൾപ്പെടുന്നു. ഏത്? ഈ 66 സെക്ഷനിലെ 18 മുതൽ 38 വരെ 4ാമത് ചാപ്റ്ററിൽ ഉൾപ്പെടുന്നു. ഇതിൽ 18 എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം സാങ്ച്വറികളുടെ രൂപീകരണം. സാങ്ച്വറി. ഇതിൽ 35 ചോദിച്ചാൽ നാഷണൽ പാർക്കുകളുടെ രൂപീകരണം എന്നുകൂടെ അറിയണം. അപ്പൊ സാങ്ച്വറികളും നാഷണൽ പാർക്കുകളും എന്നറിയണം. ക്ലിയർ ആണല്ലോ? ക്ലിയർ. അതുപോലെ സൂക്ഷ്മ ആവാസ വ്യവസ്ഥയിലെ വൈവിധ്യം പോയിന്റ് വൈവിധ്യമെങ്കിൽ ദ്വീപ് പോലുള്ള വലിയ പ്രദേശത്തെ വൈവിധ്യം എന്തെന്ന് പറയുന്നു. അപ്പോൾ ജൈവ വൈവിധ്യത്തെ നമുക്കിവിടെ 3 ഡിവൈഡ് ചെയ്യും. മെയിനായിട്ടും ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്നും സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്നും എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്നും 3 ഡിവൈഡ് ചെയ്തു. ഇതിലെ സ്പീഷീസ് ഡൈവേഴ്സിറ്റി നമ്മൾ ആദ്യം പോയിന്റ് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു. പോയിന്റ് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സൂക്ഷ്മ ആവാസ വ്യവസ്ഥയിലെ വൈവിധ്യം, ചെറിയ ജീവികളുമായി ബന്ധം. അടുത്തത് ആൽഫ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പ്രദേശത്ത് വസിക്കുന്ന ജീവിവർഗങ്ങളുടെ വൈവിധ്യമാണ് ആൽഫ. ഇനി ബീറ്റ എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തെ ജീവി വൈവിധ്യവും അവിടുത്തെ പ്രാദേശിക വൈവിധ്യവും തമ്മിലുള്ള അനുപാതം എന്നൊരു വാക്ക് വേണം, അല്ലെങ്കിൽ റേഷ്യോ എന്നൊരു വാക്കാണെങ്കിൽ ബീറ്റ. ഇനി ഗാമ എന്ന് ചോദിച്ചാൽ ദ്വീപ് പോലുള്ള വലിയ പ്രദേശത്തെ വൈവിധ്യമാണ് ഗാമ. ഇനി എപ്സലോൺ എന്ന് ചോദിച്ചാൽ ഈ ഗാമ വൈവിധ്യത്തിന്റെ ആകെ തുകയെ പറയുന്ന പേരാണ് എപ്സലോൺ എന്നറിയണം. ഗാമ വൈവിധ്യത്തിന്റെ ആകെ തുകയാണ് എപ്സലോൺ വൈവിധ്യം. അപ്പോൾ ഇതാണ് ഈ 5 തരം വൈവിധ്യം. നല്ല സെറ്റായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. ഇതാണ് ജനിതക വൈവിധ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി വംശനാശം സംഭവിച്ചത് ഐറിഷ് ഡീർ എന്ന് വന്നെങ്കിൽ ഗുരുതരമായി വംശനാശ ഭീഷണി നേരിടുന്നവ ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അപ്പൊ ഇവിടെ ഐയുസിന്റെ റെഡ് ലിസ്റ്റ് ഉണ്ട്. ഐയുസിന്റെ റെഡ് ലിസ്റ്റ് പ്രകാരം ജീവികളെ 9 തരംതിരിച്ചിട്ടുണ്ട്, 9 വിഭാഗങ്ങളായിട്ട്. അതിനകത്ത് എക്സ്റ്റിങ്ക്റ്റ് എന്നൊരു വിഭാഗമുണ്ട്. എക്സ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞാൽ വംശനാശം സംഭവിച്ചത്. എക്സ്റ്റിങ്ക്റ്റ് ഇൻ ദി വൈൽഡ് എന്നൊരെണ്ണമുണ്ട്. എന്ന് പറഞ്ഞാൽ എക്സ്റ്റിങ്ക്റ്റ് ഇൻ ദി വൈൽഡ് എന്ന് പറഞ്ഞാൽ വനത്തിൽ വംശനാശം സംഭവിച്ചത്. ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് എന്ന് പറഞ്ഞാൽ ഗുരുതരമായി വംശനാശം സംഭവിച്ചത്.
ഇനി വെറും എൻഡേഞ്ചേർഡ് എന്ന് പറഞ്ഞാൽ വംശനാശം സംഭവിച്ചത്. അതുപോലെ വൾണറബിൾ സ്പീഷീസ് എന്ന് പറയുന്നുണ്ട്, അത് ദുർബലമായ ജീവിവർഗങ്ങൾ എന്ന് പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് പറയാനുള്ളത് നിയർ ത്രെട്ടൻഡ് എന്ന് പറയുന്നുണ്ട്, ഭാവിയിൽ ഭീഷണി നേരിടുന്ന നിയർ ത്രെട്ടൻഡ്. അതുപോലെ ലീസ്റ്റ് കൺസേൺ എന്ന് പറയുന്നുണ്ട്. ലീസ്റ്റ് കൺസേൺ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ഉത്കണ്ഠ, അതിനെക്കുറിച്ച് യാതൊരു കുഴപ്പമില്ല, ഒന്നും സംഭവിക്കില്ല. പിന്നെ ഡേറ്റ ഡെഫിഷ്യൻറ്റും നോട്ട് ഇവാലുവേറ്റഡും, അങ്ങനെ 9 ഇവിടെ തിരിച്ചിട്ടുണ്ട്. 9 തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ജീവിവർഗങ്ങൾ 9. ഇതിനകത്ത് എല്ലാത്തിനകത്തും ഉദാഹരണങ്ങൾ വരും, അത് നിങ്ങൾ പഠിച്ചേ മതിയാവുകയുള്ളൂ. ഉദാഹരണം പറയുന്ന ഒരുപാട് ജീവികളുണ്ട്. ഇപ്പം നമുക്ക് തൽക്കാലം എക്സ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞാൽ വംശനാശം സംഭവിച്ച ജീവികളാണ് ഈ ഡോഡോ പക്ഷിയും ഡൈനോസറും പാസഞ്ചർ പീജനൊക്കെ എക്സ്റ്റിങ്ക്റ്റ്, വംശനാശം വന്നു പോയി. ഇനി ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് എന്ന് പറയുന്ന ജീവിക്ക് ലിസ്റ്റിനകത്താണ് എന്ത് വരുന്നത്, പിഗ്മി ഹോഗ് വരുന്നത്. ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് അല്ലെങ്കിൽ ഗുരുതരമായി വംശനാശ ഭീഷണി നേരിടുന്നവ. ക്ലിയർ ആണല്ലോ? ക്ലിയർ. ഇനി 2025 ലോക വന്യജീവി ദിന പ്രമേയം ചോദിച്ചാൽ വളരെ എളുപ്പം. വന്യജീവി ദിനം എന്നാണ്, അത് മാർച്ച് 3 ആണെന്നറിയാം. അതിന്റെ പ്രമേയം വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ് ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പരീക്ഷയ്ക്ക് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.